ആദരണീയനായ അധ്യക്ഷൻ, സ്റ്റേജിലിരിക്കുന്ന മറ്റു പ്രമുഖ വ്യക്തിത്വങ്ങളെ, മഗ്‌രിബിന് മുമ്പും ശേഷവുമായി നീണ്ട സമയം നിങ്ങളോട് തൗഹീദിൻ്റെയും ഈ മതത്തിൻ്റെയും പ്രത്യേകതയെ സൂചിപ്പിച്ചുകൊണ്ട് സംസാരിച്ച മറ്റു മതവിശ്വാസികൾ ഇസ്ലാമിനെ എങ്ങനെ നോക്കിക്കാണണമെന്ന് വിശാലമായി നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ച മുജാഹിദ് ബാലുശ്ശേരി, സദസ്സിലെ കാരണവന്മാരെ, സഹോദര സഹോദരിമാരെ, ഈ അങ്ങാടിയിലെ ജ്യേഷ്ഠാനികന്മാരെ, സുഹൃത്തുക്കളെ, അദ്ദേഹം സംസാരത്തിൻ്റെ അവസാനത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇനി ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിക്കേണ്ടത് ഇസ്ലാമിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ എങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന ഒരു തുടക്കത്തിലൂടെയാണ്. എന്തിനാണ് നമ്മൾ ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ വഹയ്യ് പ്രകാരം ദിവ്യബോധനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ മതത്തെ സമൂഹത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി ഏറെ വിഷമഘട്ടങ്ങളും ആപത്ഘട്ടങ്ങളുമെല്ലാം തരണം ചെയ്ത്, പ്രിയപ്പെട്ടവരെ, എത്രയെത്ര അപഹാസ്യത്തിന്റെ വാക്കുകളാണ് പ്രവാചകൻ കേൾക്കേണ്ടി വന്നത്. ഞാൻ ചുരുക്കി ചില കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞ് വേഗം വിഷയത്തിലേക്ക് കടക്കുകയാണ്. 40 വർഷം വരെ ആ നാട്ടിലെ എല്ലാ മനുഷ്യരും ആ പ്രവാചകനെ വിളിച്ചത് അൽ അമീൻ, സത്യസന്ധൻ എന്നായിരുന്നു. അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് വഹയി കിട്ടി പ്രവാചകനായി സമൂഹത്തിന്റെ മുമ്പിലേക്ക്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏകദൈവ വിശ്വാസത്തിന്റെ മർമ്മങ്ങളെ പറയാൻ തുടങ്ങിയപ്പോ ഖുർആനിലും ഹദീസിലും 3 പ്രയോഗങ്ങൾ ആവർത്തിച്ചു വന്നത് കാണാം. ഒന്ന്, പ്രവാചകൻ അവരെ വിളിച്ചത് സാഹിർ എന്നാണ്. ഇതൊരു മാരണക്കാരനാണ് എന്ന അർത്ഥത്തിലാണ് ആ വിളി. മജ്നൂൻ, മനോനില തെറ്റിയ ഭ്രാന്തനാണ് ഈ സംസാരിക്കുന്നത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. കെദ്ദാബ്, കള്ളവാദം നടത്തുന്നവനാണ് എന്ന് പ്രവാചകനെ തൊട്ട് ആളുകൾ പറയാൻ തുടങ്ങി. 40 വയസ്സുവരെ മുഴുവൻ നാവിൽ നിന്നും കേട്ടത് സത്യസന്ധൻ എന്നാണ്. എന്നാൽ ഏകദൈവ വിശ്വാസം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ എന്റെ ഇഷ്ടപ്രകാരമോ ഇംഗിതത്തിനനുസരിച്ചോ സംസാരിക്കുകയല്ല, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ, ഇത് കൃത്യമായ വഹയിന്റെ അടിസ്ഥാനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന മലക്ക് മുഖേന വഹയിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ദീനിന്റെ ഒരു കാര്യവും, മതത്തിന്റെ ഒരു ആചാരവും ഒരു അനുഷ്ഠാനവും, പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇഷ്ടപ്രകാരം ആ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞില്ല. പറയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അനുവാദമില്ല. അള്ളാഹുവിന്റെ സമ്മതമുണ്ടാകണം. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് അത് ദീനിന്റെ മർമ്മമായ ഏകദൈവ വിശ്വാസത്തിന്റെ വലിയൊരു ഭാഗം തന്നെയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധ ഖുർആൻ വിശ്വാസികളെ വിളിച്ചിട്ട് പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, അത്തിഉല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വ അത്തിഉർ റസൂൽ, നിങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം,
വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. കുരാച്ചുണ്ടിലെ മുസ്ലിങ്ങളോട് ഞാൻ പ്രത്യേകിച്ച് പറയാ, എന്താ പറഞ്ഞത്? അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനെ അനുസരിക്കണം, നിങ്ങളുടെ കൂട്ടത്തിലെ നേതാക്കന്മാരെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. എന്നാൽ ഇവിടെയുള്ള മുസ്ലിം സംഘടനകൾക്കിടയിൽ, മനുഷ്യർക്കിടയിൽ തർക്കമില്ലേ? ഉണ്ട്. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥന നടത്തേണ്ടത് എന്ന് ഖുർആൻ പറയുമ്പോ, അവനെ മാത്രമാണ് വിളിച്ചു പ്രാർത്ഥിക്കേണ്ടത് എന്ന് തിരുസുന്നത്ത് പറയുമ്പോ, നേർച്ചകളും വഴിപാടുകളും അർച്ചനകളും അള്ളാഹുവിന്റെ കൂലിയും പ്രീതിയും ആഗ്രഹിച്ച് അവനിലേക്ക് മാത്രമാണ് സമർപ്പിക്കേണ്ടത് എന്ന് പ്രമാണം പറയുമ്പോ, സത്യം ചെയ്യുമ്പോ അള്ളാഹുവിന്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ എന്ന് അള്ളാഹുവിന്റെ ദീന് പറയുമ്പോ, നേർച്ചയുണ്ട്, അത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചിട്ടാവണം. സത്യം ചെയ്യലുണ്ട്, അത് അള്ളാഹുവിന്റെ പേരിലാവണം. മൃഗങ്ങളെ അറുത്തെടുത്ത് നിങ്ങൾക്ക് ദാനമായി കൊടുക്കാം, അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചിട്ടാവണം, അവന്റെ പേരിലാവണം. ഇതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് സഞ്ചരിക്കുന്നുണ്ട്. ഇപ്പൊ തർക്കണ്ടല്ലോ, സെലഫികൾക്കിടയിലും സെലഫികളല്ലാത്തവർക്കിടയും ഈ വിഷയത്തിലൊക്കെ തർക്കം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾക്കിടയിൽ ഒരു വിഷയത്തിൽ തർക്കം വന്നാൽ, ഫഇൻ തനാസഅതും ഫീ ശൈ, ഒരു വിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കം വന്നാൽ, ഫറുദ്ദൂഹു ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് അതിനെ മടക്കണം. എങ്ങനെ അല്ലാഹുവിലേക്ക് മടക്കുക? അള്ളാഹുവിന്റെ കലാമാകുന്ന ഖുർആനിൽ 6236 വചനങ്ങളുണ്ട്, അള്ളാഹുവിന്റെ വചനാമൃതങ്ങൾ. അതിലേക്ക് മടക്കണം. ഈ വിഷയത്തിൽ ഖുർആൻ എന്തു പറഞ്ഞു? ഒരുപക്ഷെ നമ്മുടെ എല്ലാ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചും ഖുർആൻ വിശദമായി പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോ സ്വാഭാവികമായി ഖുർആനിൽ നിന്ന് അതിന്റെ വിശദാംശങ്ങൾ അവന് ലഭിക്കുന്നില്ലെങ്കിൽ അവൻ മടക്കേണ്ട രണ്ടാമത്തെ ഭാഗം റസൂൽ, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് മടക്കുക എന്നതാണ്. അനുസരിക്കണമെന്ന് പറയുന്ന ഘട്ടത്തിൽ 3 തരത്തിലാണ് അള്ളാഹു പറഞ്ഞത്. അള്ളാഹുവിനെ അനുസരിക്കണം, അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിക്കണം, നിങ്ങളുടെ നാട്ടിലെ നിങ്ങളുടെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം. എന്നാൽ ഒരു വിഷയത്തിൽ, മതവിഷയത്തിൽ നിങ്ങൾക്കിടയിൽ തർക്കമുണ്ടായാൽ അള്ളാഹുവിലേക്ക് മടക്കണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് മടക്കണം. നിങ്ങളുടെ മൗലവിയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ഉസ്താദിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല, നിങ്ങളുടെ ഖാദിയിലേക്ക് മടക്കണമെന്ന് പറഞ്ഞില്ല. മറിച്ച് ആരിലേക്ക് മടക്കാനാണ് പറഞ്ഞത്? അള്ളാഹുവിലേക്ക് മടക്കണം, അള്ളാഹുവിന്റെ പ്രവാചകനിലേക്ക് മടക്കണം. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ ദാലിക ഖൈർ, നിങ്ങൾ അള്ളാഹുവിലും അള്ളാഹുവിന്റെ പരലോകത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, വരാനിരിക്കുന്ന പാരത്രിക ലോകത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് നല്ലത് എന്ന പരിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം സൂറത്ത് നിസായിൽ ഓർമ്മപ്പെടുത്തി. അപ്പൊ ഞാൻ എന്റെ സംസാരത്തിന്റെ തുടക്കത്തിൽ വേറെ ആമുഖങ്ങളൊന്നുമില്ലാതെ പറയുന്നത്, ഇവിടെ കുറെ വിഷയത്തിൽ തർക്കമുണ്ട്. ആ തർക്കം നമ്മൾ എവിടേക്ക് മടക്കണം? ഇവിടെ നിങ്ങളെ എല്ലാവരെയും ഇഷ്ടപ്പെടുത്തുന്ന ചില വർത്തമാനം പറഞ്ഞു പോവാം. ലഹരിക്കെതിരെ, കഞ്ചാവിനെതിരെ, മയക്കുമരുന്നിനെതിരെ, MDMA-ക്കെതിരെ, നാട്ടിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങൾക്കെതിരെ ഒക്കെ സംസാരിക്കണം. നേരത്തെ സംസാരത്തിൽ ചില ഭാഗങ്ങളൊക്കെ കയറി വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് മാത്രം സംസാരിച്ചു പോയാൽ ഈ നാട്ടിലെ ആളുകൾ പറയും നല്ല സംസാരാണെന്ന്. പക്ഷെ ഒരു മനുഷ്യന്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, പരലോകവുമായി നാളെ അവനെ സ്വർഗ നരകങ്ങൾ നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട അവന്റെ പാരത്രിക ലോകത്തിന്റെ വിജയവും അതുപോലെ തന്നെ പരാജയവും തീരുമാനിക്കുന്ന വിഷയമാണ് അവന്റെ വിശ്വാസ രംഗങ്ങളും ആചാരരംഗങ്ങളും അനുഷ്ഠാന രംഗങ്ങളും ഒക്കെ. അതുകൊണ്ട് എവിടെ നിന്നാണ് നമുക്ക് മാതൃക കിട്ടുക? ഈ ഖുർആനിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുക്കുമ്പോ ആദ്യം കേട്ടവർ ആരാ? സഹാബത്താണ്, അല്ലേ? ഹദീസുകൾ പ്രവാചകൻ പറയുമ്പോ നെറ്റിത്തടം ഇങ്ങനെ വിയർത്ത്, ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് വഹയ്യ് കൊടുക്കുമ്പോ നെറ്റിത്തടം വിയർത്ത്, ഉടനെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മടക്കമുണ്ടായാൽ ഉടനെ അവിടെ ചമ്രം പടിഞ്ഞിരുന്ന്
സഹാബത്തിന്റെ മുമ്പിൽ അന്ന് കിട്ടിയ വഹ്യ് ആയത്താണെങ്കിൽ ആയത്ത് പഠിപ്പിച്ച്, അല്ലാത്തതാണെങ്കിൽ അങ്ങനെ പഠിപ്പിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിക്കാൻ ധൃതി കാണിക്കുന്നത് ഇതാദ്യം കേട്ടത് ആരാ? സ്വഹാബത്താണ്. അതുകൊണ്ട് ആ സ്വഹാബത്ത് നിലനിൽക്കുന്ന നൂറ്റാണ്ടാണ് ഏറ്റവും നല്ല നൂറ്റാണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു. ഖൈറുക്കും ഖർനി, ഖൈറുക്കും ഖർനി, നിങ്ങൾക്ക് ഏറ്റവും നല്ല നൂറ്റാണ്ട് ഖർനി, എന്റെ നൂറ്റാണ്ടാണ്. സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്. നമ്മൾ ഇന്ന് നാട്ടിൽ കാണുന്ന ഓരോ ആചാരങ്ങൾ എടുത്തോ നിങ്ങൾ. സമയത്തിന്റെ കുറവ് കൊണ്ട് ഈ സ്വാഭാവികമായി അങ്ങാടികളിൽ കുറെ സമയം കഴിഞ്ഞാൽ ആളുകൾ അങ്ങനെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്ന സമയമാകും എന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഓരോ ആചാരങ്ങളും ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറാനി എന്ന് പറഞ്ഞ 3 നൂറ്റാണ്ടിൽ ഉള്ളതാണോ അല്ലേ? പരിശോധിച്ചാൽ മതി. ഇവിടെ ഒരു 100 കൊല്ലമായി പ്രവർത്തിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം, അതിനുശേഷം വന്ന സമസ്ത, അതൊക്കെ വിട്ടിട്ട് ആദ്യത്തെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആദ്യത്തെ 3 നൂറ്റാണ്ടിൽ ഉള്ളതാണോ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും? പരിശോധിച്ചാൽ എളുപ്പം ഒരു വിശ്വാസിക്ക് കാര്യങ്ങളെ ബോധ്യപ്പെടും. ക്രൈസ്തവരും യഹൂദികളും 71 72 വിഭാഗമായി പിരിയുമെന്ന് കളവ് പറയാത്ത തിരുനബിയുടെ തിരുനാവ് കൊണ്ട് ലോകത്തെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു, വസതഫ്തരികു ഉമ്മത്തി അലാ 73 ഫിർഖ, എന്റെ ഉമ്മത്ത് 73 കക്ഷികളായി പിരിയും. മറ്റൊരു റിപ്പോർട്ടിൽ പറഞ്ഞു കുല്ലുഹും ഫിന്നാർ, അങ്ങനെ ഭിന്നിച്ചു പോകുന്ന 73 കക്ഷികളായി പിരിഞ്ഞു പോകുന്ന മുഴുവൻ ടീമും നരകത്തിലേക്കുള്ളവരാണ്. ഇല്ല മില്ലത്തൻ വാഹീദ, ഒരൊറ്റ മില്ലത്തൊഴികെ. ഉടനെ സഹാബത്ത് ചോദിച്ചു, നബിയെ ഒരു മില്ലത്തൊഴികെ എന്ന് പറഞ്ഞില്ലേ? വമൻ ഹിയ യാ റസൂലല്ലാഹ്, ആരാണ് പ്രവാചകരെ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ഭിന്നിച്ചു പോകുന്ന കക്ഷികളായി പോകുന്ന 73 വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് എല്ലാവരും നരകത്തിലേക്കുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഇല്ല മില്ലത്തൻ വാഹീദ എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ, അതാരാണ് നബിയെ എന്ന് ഉടനെ സഹാബത്ത് ചോദിച്ചപ്പോ ഒരു ടീമിന്റെ പേരല്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇന്ന ടീം വരാനിരിക്കുന്ന ലോകത്തിലെ ഇന്ന രാജ്യത്തെ ഇന്ന ടീമായിരിക്കും, ഇന്ന സംഘടനയായിരിക്കും, ഇന്ന പേരായിരിക്കും എന്നല്ല പറഞ്ഞത്. അല്ല, ഒരു നിലപാടാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത്. ആ നിലപാട് എന്താ? ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം വരെ ഏതൊരു നിലപാടിൽ നിലകൊണ്ടോ ആ നിലപാട് സ്വീകരിച്ചവർ മാ അന അലൈഹി അൽ യൗം വ അസ്ഹാബി, അതാണ് അതിന്റെ ഉത്തരം. ഞാനും എന്റെ സ്വഹാബത്തും ഇന്നേ ദിവസം വരെ നിങ്ങൾക്ക് ദീനായി എന്തു പഠിപ്പിച്ചു തന്നോ അത് സ്വീകരിച്ചവർ, ആ നിലപാട് സ്വീകരിച്ചവർ. ദീനല്ല എന്ന് നിങ്ങൾക്ക് ഏത് പഠിപ്പിച്ചോ അത് ഉപേക്ഷിച്ചവർ, ഇത് പാടില്ല എന്ന് പറഞ്ഞോ അത് വേണ്ട എന്ന് വെക്കുന്നവർ, ഇത് കാണരുത് എന്ന് പറഞ്ഞോ അത് കാണുകയില്ല എന്ന് തീരുമാനിക്കുന്നവർ, ഇന്നത് കേൾക്കരുത് എന്ന് പറഞ്ഞോ അത് കേൾക്കുകയില്ല എന്ന് തീരുമാനിക്കുന്നവർ, ഇന്ന അനുഷ്ഠാനങ്ങൾ ആചാരങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞോ അത് ചെയ്യുമെന്ന് തീരുമാനിക്കുന്നവർ, അടുത്തു പോകരുത് എന്ന് പറഞ്ഞ താക്കീതുകളുണ്ടോ അവിടേക്ക് പോവില്ല എന്ന് തീരുമാനിക്കുന്നവർ, ഗൗരവമേറിയ ഹറാമുകൾ ഏതോ എന്ന് പറഞ്ഞോ അത് ഗൗരവത്തോടുകൂടി കണ്ട് വിട്ടു നിൽക്കുന്നവർ. അത് പ്രവാചകന്റെ തിരുനാവിൽ നിന്ന് സഹാബ കിറാം കൃത്യമായി പഠിച്ചു. അപ്പോ ആരാണ് സ്വർഗത്തിലേക്ക് പോകുന്നവർ? ഒരു നിലപാട് സ്വീകരിച്ചവർ. ആ നിലപാട് ഏതാ? ഞാനും എന്റെ സ്വഹാബത്തും അൽ യൗം, ഇന്നേ ദിവസം, ഇതാ ഈ ദിവസം വരെ എന്തൊരു നിലപാടാണോ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അവിടെ നിലകൊള്ളുന്നവരാണ് പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്കുള്ള ടീം. ഞാൻ ചോദിക്കട്ടെ, തൗഹീദിന്റെ വശം ഇവിടെ പറഞ്ഞു, ഞാൻ വേഗം സുന്നത്തിലേക്ക് കിടക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ധാരാളമായ ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ വന്നു. ഖുർആനിലെ 6236 വചനാമൃതങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ 100 കണക്കിന് സ്ഥലത്ത് റബ്ബന റബ്ബി എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയുണ്ട്. ഇതിൽ ഒരു പ്രാർത്ഥന പോലും പുരാചുണ്ടിലെ മുസ്ലിങ്ങളെ, മനുഷ്യരെ, ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടല്ലാതെ ഇല്ല. നിങ്ങൾക്ക് പരിശോധിക്കാലോ. ഈ അടുത്ത പ്രദേശത്തുള്ള മുസ്ലിങ്ങളുടെ പള്ളികളിൽ അവിടുത്തെ ഉസ്താദുമാരും ഖാദിമാരും ഉണ്ടല്ലോ, ഒന്ന് ചോദിച്ചു നോക്ക്. ഖുർആനില് 100 കണക്കിന് പ്രാർത്ഥനയുണ്ടായിട്ട്, പ്രവാചകന്മാരുടെ ദുആ ഉണ്ടായിട്ട്, റബ്ബിനോടല്ലാതെ കഴിഞ്ഞുപോയ ഏതെങ്കിലും അമ്പിയാക്കന്മാരിൽപ്പെട്ട
റസൂലുകളിൽപ്പെട്ട റസൂലുമാരോട് അല്ലെങ്കിൽ നബിമാരോട് ഏതെങ്കിലും ഒരു ദുആഇന്റെ മുഴുവൻ വേണ്ട, അതിന്റെ പകുതി വേണ്ട, ഒരു വാക്കെങ്കിലും ഒരു അക്ഷരമെങ്കിലും അല്ലാഹുവല്ലാത്തവരിലേക്കുണ്ടോ? 2, നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ധാരാളം പ്രാർത്ഥനകളുണ്ട്. കിടക്കാൻ നേരത്ത് കൈ ഇങ്ങനെ ചേർത്ത് വെച്ച് കൈകളിൽ ഊതി ജമഅ കഫൈഹി, ആ കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് നഫസ ഫീഹിമാ, കൈകളിൽ ഊതി ഫഖറഅ, എന്നിട്ട് ഓതി. എന്താ ഓതിയത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് പറയാ, സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുക, ഭാര്യമാർ പറഞ്ഞു കൊടുക്കുകയാണ്. 3 സൂറത്തുകൾ, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്, സൂറത്തുൻ നാസ്, 3 സൂറത്തുകൾ മോദി ശരീരമാസകലം കയ്യെത്തുന്ന സ്ഥലമെല്ലാം തടവി വലത് ഭാഗത്തേക്ക് അത് 3 തവണ അങ്ങനെ ചെയ്ത് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഹ്യ ബിസ്മിക റബ്ബി വളഅതു ജംബി, ഇങ്ങനെ കുറെ പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെ ചൊല്ലി വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞ് കിടന്നു. ഉറക്കത്തിൽ 1 മണിക്ക് 2 മണിക്ക് 3 മണിക്കൊക്കെ ഉണരാം. അപ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ. അങ്ങനെ ടോയ്ലറ്റ് കിടക്കുമ്പോ സമയത്തിന്റെ കുറവുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വാഹനത്തിൽ കയറുമ്പോ, പള്ളി കയറുമ്പോ നബിയുടെ മേൽ ഒരു സ്വലാത്ത്, എന്നിട്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. സുന്നത്ത് നമസ്കരിച്ചു, ഫർള് നമസ്കരിച്ചു, അവിടെ ഇരുന്ന് ദിക്റുകൾ പ്രാർത്ഥനകളൊക്കെ നിർവഹിച്ച് പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഇടതുകാൽ മുന്തിച്ച് നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലി, അല്ലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക് എന്ന് ചൊല്ലിക്കൊണ്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ കിടക്കുന്നത് വരെ പുതിയ വസ്ത്രം അണിയുമ്പോ, വാഹനത്തിൽ കയറുമ്പോ, മാർക്കറ്റിൽ ഇറങ്ങുമ്പോ, ഇടിമിന്നൽ കേൾക്കുമ്പോ കാണുമ്പോ എല്ലാ സ്ഥലത്തും പ്രാർത്ഥനകളാണ്, ദിക്റുകളാണ്. ഞാൻ ചോദിക്കട്ടെ ഈ നാട്ടിലെ മുസ്ലിങ്ങളോട്, അതിൽ ഖുറാനിൽ 6236 വചനാമൃതങ്ങളിൽ 100 കണക്കിന് സ്ഥലത്ത് പ്രാർത്ഥന വന്നിട്ട് ഒരു പ്രാർത്ഥന പോലും റബ്ബല്ലാത്ത അല്ലാഹുവിനോടല്ലാതെ ഇല്ല എന്ന് 100% ഉറപ്പാണ്. എന്നാൽ ഹദീസുകളിൽ ബുഖാരി, മുസ്ലിം, തുർമുദി, നസായി, ഇബ്നു മാജ, അബൂദാവൂദ് എല്ലാ മഹാരഥന്മാരും റഹ്മത്തുള്ളാഹി അലൈഹിം അവരെ ഉദ്ധരിക്കുന്ന ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ആയിരക്കണക്കിന് ദിക്റുകളും പ്രാർത്ഥനകളും വന്നു. ഒരു ദിക്ർ, ഒരു പ്രാർത്ഥന അല്ലാഹുവിനോടല്ലാതെ ഇല്ല. മതിയല്ലോ ആ ഭാഗം? ഉണ്ടോ? ആർക്കും പരിശോധിക്കാലോ, ആർക്കും പരിശോധിക്കാം ഈ കാര്യങ്ങളൊക്കെ. മാത്രമല്ല അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ മുസ്ലിം ഉമ്മത്തിനോട് എന്നല്ല, മനുഷ്യർക്ക് ചിന്താശക്തിയുള്ള, ആലോചന നിമഗ്നരാകാൻ പറ്റുന്ന, പ്രിയപ്പെട്ടവരെ, ബുദ്ധി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ റബ്ബല്ലാത്ത ഒരാളോട് നിങ്ങൾ ദുആ ചെയ്താൽ അതിന്റെ ഉപമ ഏതുപോലെ എന്ന് അല്ലാഹു തആല സിമ്പിളായി ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് ഞാൻ പറയാം. ലഹു ദഅവത്തുൽ ഹഖ്, യഥാർത്ഥ പ്രാർത്ഥന അത് അല്ലാഹുവിനുള്ളതാണ്, റബ്ബിനുള്ളതാണ് യഥാർത്ഥ പ്രാർത്ഥന. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അവനു പുറമെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ, ആരോട് അവർ ദുആ ചെയ്യുന്നത്? ലാ യസ്തജീബൂന ലഹും ബിശൈ, ഒരു നിലക്കും ഉത്തരം ചെയ്യാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. റബ്ബിന് പുറമെ, അല്ലാഹുവിനെ വിട്ട് ആരോട് നിങ്ങൾ ദുആ ചെയ്താലും, അത് ജീവിച്ചിരിക്കുന്നവരോടാകട്ടെ മരിച്ചുപോയവരോടാകട്ടെ, ജിന്നാകട്ടെ മലക്കാകട്ടെ അമ്പിയാക്കന്മാരാകട്ടെ ഉലിയാക്കന്മാരാകട്ടെ, അല്ലാഹുവല്ലാത്ത മറ്റെന്തൊക്കെയുണ്ടോ ആരോടാവട്ടെ, ഉത്തരം കിട്ടാത്തവരോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ ഉപമ പുറമറിയ ഇല്ല കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. ഇത് ഞാൻ പറയുന്ന ഉപമയല്ലല്ലോ, ഖുർആൻ പറയാണ്. എല്ലാ മുസ്ലിങ്ങളും ഓതിക്കൊണ്ടിരിക്കുന്ന ഖുർആനിലല്ലേ ഇല്ല കബാസിതി കഫൈഹി ഇലൽ മാ, വെള്ളത്തിലേക്ക് കൈ നീട്ടിയവനെ പോലെയാണ്. എന്തിനാണ് അവൻ വെള്ളത്തിലേക്ക് കൈ നീട്ടിയത്? വെള്ളം ഒരു 10 മീറ്റർ താഴെ കിടക്കുന്നു, 5 മീറ്റർ താഴെ കിടക്കുന്നു. ആ വെള്ളമുള്ള സ്ഥലത്തേക്ക് കൈ നീട്ടി വെള്ളം വായിലെത്താൻ ഖുർആൻ പറയാ ലിയബ്ലുഗ ഫാ, അവൻ കൈ വെള്ളത്തിലേക്ക് നീട്ടിയത് അവന്റെ വായിൽ വെള്ളമെത്താനാണ്. അല്ലാഹു പറയാ വമാ ഹുവ ബിബാലിഗിഹി, അവന്റെ വായിൽ വെള്ളമെത്തുകയില്ല. വമാ ദുആഉൽ കാഫിരീന ഇല്ലാ ഫീ ളലാൽ, സൂറത്ത് റഅദിലെ 14-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയാ, അവിടെ അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു പറഞ്ഞ വാക്കെന്താ? സത്യത്തെ നിഷേധിക്കുന്നവരുടെ ദുആ വടികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. കണ്ടോ, ഇത്ര ക്ലിയർ ആയിട്ടാണ് അല്ലാഹു പറയുന്നത്. സത്യത്തെ നിഷേധിക്കുന്നവരുടെ പ്രാർത്ഥന, ദുആ വഴികേടിലല്ലാതെ മറ്റൊന്നിലുമല്ല. അപ്പൊ ഈ മേലെ പറഞ്ഞ ഉപമ പ്രാർത്ഥന റബ്ബിനോടല്ലാതെ നടത്തുന്നവർക്ക് വേണ്ടി അവർക്ക് മനസ്സിലാകാൻ
ആ പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത് എന്നും റബ്ബല്ലാത്ത ഒരാളോട് നടത്തിയാൽ അതിന്റെ നിരർത്ഥകത മനസ്സിലാകാനും അതിന്റെ അർത്ഥശൂന്യത നിങ്ങൾക്ക് ബോധ്യപ്പെടാനും അത് തെറ്റാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് അല്ലാഹു തആല ഈ ഉപമ നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗത്ത് കൂടുതൽ വിശദീകരിച്ചു പോവാൻ ആഗ്രഹിക്കുന്നില്ല. സർവശക്തനായ അല്ലാഹു പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമാണ് നടത്തേണ്ടത് എന്ന് പറയാൻ അതിന് ചില കുറെ കാര്യങ്ങൾ എണ്ണിയപ്പോ ഒന്ന് പറഞ്ഞത്, അല്ലാഹുവല്ലാത്ത ആരോട് നിങ്ങൾ ദുആ ചെയ്താലും നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. ഒന്ന്, ദുആ അവർ കേൾക്കുകയില്ല. പിന്നെന്തിനാണ് പ്രിയപ്പെട്ടവരെ ദുആ നടത്തുന്നത്? ദുആ അല്ലാഹുവല്ലാത്ത ഒരാൾ കേൾക്കുകയില്ലെങ്കിൽ പിന്നെ ആ ദുആ എന്തിനാണ്? അത് നിഷ്ഫലമല്ലേ? അത് ഖുർആൻ തന്നെ പറഞ്ഞതാണ്, ഇൻ തദഉഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ദുആ അവർ കേൾക്കുകയില്ല. നമുക്ക് ആയത്ത് എല്ലാവർക്കും അറിയാം. ഇനി വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ രണ്ടാമത്തെ പോയിന്റ് മസ്തജാബു ലക്കും, ഉത്തരം തരികയില്ല. റബ്ബല്ലാത്ത ഒരാളോട് പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥന കേൾക്കൂല എന്നല്ല പറഞ്ഞു. രണ്ട്, ഇനി അവർ നിങ്ങളുടെ വാദത്തിന് വേണ്ടി കേട്ടു എന്ന് സമ്മതിച്ചാൽ തന്നെ ഉത്തരം തരുന്ന പ്രശ്നമില്ല. പിന്നെന്തിനാണത്? മൂന്നാമത്തെ കാര്യം അല്ല പറഞ്ഞു, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ, അല്ലാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവരാരാ? അത് ഏർവാടിയിലാകട്ടെ, അജ്മീറിലാകട്ടെ, മുത്തുപേട്ടയിലാകട്ടെ, അങ്ങ് ഈ കേരളക്കരയിലെ ഭീമാ ഉമ്മാച്ച മുതൽ കാസർഗോഡ് വരെ കിടക്കുന്ന മഖബറകളിൽ കിടക്കുന്ന ബീവിമാരാകട്ടെ, ഖോജമാരാകട്ടെ, ഷെയ്ഖുമാരാകട്ടെ, എത്ര അറിയപ്പെട്ടവരാകട്ടെ, അഡ്രസ് ഇല്ലാത്തവരാകട്ടെ, ഉള്ളവരാകട്ടെ, ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ ആരെയാണോ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ഖുർആൻ പറയുക, ഇബാദുൻ അംസാലുക്കും, അവർ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. കണ്ടോ? ഒന്ന് പറഞ്ഞു കേൾക്കൂല. രണ്ട്, കേൾക്കുമെന്ന് നിങ്ങളുടെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ നടക്കാത്ത കാര്യമാണ്, ഉത്തരം കിട്ടുകയില്ല. മൂന്ന്, ഇബാദുൻ അംസാലുക്കും, അവർ നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. നമ്മൾ അല്ലാഹുവിന്റെ അടിമകളാണ്. അതുപോലെ നിങ്ങളെപ്പോലെ ഭൂമിയിലേക്ക് റബ്ബ് സൃഷ്ടിച്ചു വിട്ട അടിമകളാണ്. ബദരീങ്ങളെ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ ശ്രേഷ്ഠവര്യന്മാരാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ബദരീങ്ങളുടെ ലീഡർ, നേതാവ്, തർക്കമില്ല. ആ ബദർ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന 300 ചില്ലാൻ ആളുകൾ, 313 319 ഒക്കെ അഭിപ്രായപ്പെടുന്ന 320 താഴെ വരുന്ന ബദർ ശുഹദാക്കളും ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരും അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ അതേ മുത്തുനബിയും സഹാബത്തുമാണ്, സംശയമേയില്ല. പക്ഷേ അവർ ബദറിന്റെ രണാങ്കണത്ത് വന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ കാൽമുട്ട് നിലത്ത് കുത്തിവെച്ച് ആകാശത്തിലേക്ക് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കച്ചത്തിന്റെ വെള്ള കാണുമാർ അതേ മക്കയിലെ മുശ്രിക്കുകൾ 1000-ഓളം വരുന്ന ടീം ഒട്ടകക്കൂട്ടങ്ങളും കുതിരപ്പടയാളികളും പടക്കോപ്പുകളുമായി നർത്തകിമാരുമായി ഇന്ന ആളുകളെ ഞങ്ങൾ വെട്ടിവീഴ്ത്തി അവരുടെ തല ഞങ്ങൾ ഇന്ന കുന്തത്തിൽ കോർത്ത് നൃത്തമാടുമെന്ന് പറഞ്ഞു വന്ന ആ ടീമിന്റെ മുമ്പിൽ അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ടീം ഭൂമിയിൽ ഉണ്ടാവില്ല, നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരു സംഭവം ഭൂമിയിൽ ഉണ്ടാവില്ല. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ എങ്ങാനും നീ നശിപ്പിച്ചു കളഞ്ഞാൽ പടച്ചവനെ, നിന്നെ മാത്രം ആരാധിക്കപ്പെടുന്ന ഒരവസ്ഥ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. കരയല്ല നബിയേ, കരയല്ല നബിയേ എന്ന് പറഞ്ഞ് ഞാൻ അവിടേക്ക് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആരോട് അവർ പ്രാർത്ഥിച്ചത്? സന്നിഗ്ധഘട്ടം അവരുടെ മുന്നിൽ വന്നപ്പോ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിനോടവർ ആ ബദർ യുദ്ധത്തിൽ വിജയമുണ്ടാകാൻ, അതേ ലോകത്തിൽ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു ടീമിന്റെ തുടർച്ചയുണ്ടാകാൻ ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിച്ചത് മുസ്ലിം ഉമ്മത്തെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവർ അള്ളാഹുവിന്റെ അടിമകളാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യൻ, മലക്ക്, ജിന്ന് അങ്ങനെ ഒരു ഓപ്ഷട്ടാല് നമ്മളെ ഇതിനട്ടിക്കിടുക. മനുഷ്യനാണ്, നമ്മളെ പോലെ ഒരു സാധാരണ മനുഷ്യനാണെന്ന് പറയാൻ പാടില്ല. പക്ഷെ മനുഷ്യനാണ്. കരഞ്ഞിട്ടുണ്ട്, ചിരിച്ചിട്ടുണ്ട്, വേദനിച്ചിട്ടുണ്ട്, കാല് മുറിഞ്ഞിട്ടുണ്ട്, രക്തമൊഴുകിയിട്ടുണ്ട്, കുടുംബജീവിതത്തിൽ പ്രശ്നമുണ്ടായിട്ടുണ്ട്. എല്ലാ നിലക്കും ഒരു മനുഷ്യ പ്രകൃതമുള്ള ഒരു മഹാരഥനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് മനുഷ്യരെ, അതിലും വലിയൊരു മനുഷ്യൻ, പിന്നെ മേലെ അതിന്റെ മീതെ ഒരു മനുഷ്യനെ നമുക്ക് വിവരിക്കാനില്ല. റഹ്മത്തുൽ ലിൽ ആലമീൻ,
റഹ്മത്തുൽ ലിൽ ആലമീൻ, അഷ്റഫുൽ ഖൽഖ്. അതെ, ഖബറിൽ നിന്ന് ആദ്യം എഴുന്നേൽക്കുന്ന മഹാരഥൻ, നാളെ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടി വിളിക്കാൻ അള്ളാഹു അവകാശം കൊടുത്ത ആ മഹാരഥനായ പ്രവാചകൻ. ഓരോ നബിമാരും പരലോകത്ത് ഒടിഞ്ഞു മാറി പോകുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ സുജൂദിൽ വീണ് ഏറ്റവും ഖുബ്റയായ ശഫാഅത്തിന് വേണ്ടി വീണ് കിടക്കുമ്പോ യാ മുഹമ്മദ് എന്ന് അള്ളാഹ് വിളിച്ചിട്ട് പറയും. അള്ളാഹ് വിളിക്കുകയാണ് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ, യാ മുഹമ്മദ് ഇർഫഅ റഅസക്, തല ഉയർത്തൂ, സൽ, ചോദിക്കൂ എന്താണ് ആവശ്യമെന്ന്. ഇതൊക്കെ ഇന്നേ പഠിപ്പിച്ചിട്ടില്ലേ ഹദീസില്? അത്ര മഹനീയമായ സ്ഥാനമുള്ള മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പക്ഷെ അള്ളാഹുവിന്റെ അടിമയാണ്. മഹാനായ യേശു ക്രിസ്തു അള്ളാഹുവിന്റെ അടിമയാണ്. എല്ലാ പ്രവാചകന്മാരും അള്ളാഹുവിന്റെ അടിമയാണ്. പിന്നെ അതിന്റെ മേലെ ഒരു ഔലിയാക്കന്മാരെയും വെക്കാനില്ല. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, നിങ്ങൾ ആരെയാണോ റബ്ബിനെ വിട്ട് വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത് അവർ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള അടിമകളാണ്. നാലാമത്തെ കാര്യം അല്ലാഹു പറഞ്ഞു, ലാ യഖ്ലുഖൂന ശൈആ, അവർ ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല. ഉണ്ടോ? ഇന്ന് ആരെയാണോ മനുഷ്യർ വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നത്, ആരുടെ ഖബറിന്റെ മുന്നിലാണോ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആരുടെ ഖബറിന്റെ മുന്നിൽ ചെന്നുകൊണ്ടാണോ സങ്കടം പറയുന്നത്, ആരുടെ ഖബറിന്റെ മുന്നിലാണോ വിഷമങ്ങളും പ്രയാസങ്ങളും അവതരിപ്പിക്കുന്നത്, പ്രിയപ്പെട്ടവരെ, അവരാരും ഒന്നിനെയും ഒരു ഈച്ചയെപ്പോലും സൃഷ്ടിച്ചിട്ടില്ല. ലാ യഖ്ലുഖൂന ശൈആ. വേറെ സ്ഥലത്ത് ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ഈച്ച അവരുടെ നിങ്ങളുടെ ധാന്യപാത്രത്തിൽ നിന്ന് ഒരു ധാന്യമണി, ഒരു പഞ്ചസാരയുടെ തരി ഈച്ചയുടെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നു പോയാൽ അത് തിരിച്ചു വാങ്ങിത്തരാൻ പറ്റുമോ? കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ കിടക്കുന്ന മഹാരഥന്മാരാണെന്ന് പരിചയപ്പെടുത്തുന്ന ആയിക്കോട്ടെ, അവർക്ക് കഴിയുമോ? ഈ പരിസരത്ത് നമ്മളൊക്കെ പല ആളുകളും തേടിപ്പോകുന്ന CM എന്ന് പറയുന്ന ആ മഹാവ്യക്തിത്വമാണെന്ന് പരിചയപ്പെടുത്തുന്ന അദ്ദേഹത്തിന് കഴിയുമോ സുഹൃത്തുക്കളെ? ഖുർആൻ പറഞ്ഞ എന്താ അറിയോ? ലാ യസ്തൻഖിദൂഹു മിൻഹു ലഅഫത്വാലിബു വൽ മത്ലൂബ്. ഒരു ഈച്ച അതിന്റെ കാലിൽ ഇറുക്കി പിടിച്ച് പറന്നു പോയ ആ ധാന്യത്തിന്റെ ആ ഒരു അംശമുണ്ടല്ലോ, അത് തിരിച്ചു വാങ്ങിത്തരാൻ അവർക്ക് കഴിയില്ല. തേടിയവർക്ക് കഴിയില്ല, തേടാൻ പോയവർക്ക് കഴിയില്ല, തേടപ്പെട്ടവർക്ക് കഴിയില്ല, അപേക്ഷിച്ചവർക്ക് കഴിയില്ല. ആരോടാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് അവർക്ക് കഴിയില്ല. ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് ഈ മനുഷ്യർ ഇന്ന് അള്ളാഹുവിനെ വിട്ട് ആരെ തേടിക്കൊണ്ടിരിക്കുന്നവരാരും ഒന്നും സൃഷ്ടിച്ചിട്ടില്ല. മാത്രമല്ല, അഞ്ചാമത്തെ കാര്യമായി ഖുർആൻ പറഞ്ഞു, വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. വഹും യുഖ്ലഖൂൻ, അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അള്ളാഹുവിന്റെ അടിമകളായി ഭൂമിയിലേക്ക് പിറന്നു വീണവരാണ്. 3 അത്ഭുത ജന്മങ്ങളെ ലോകത്ത് നടന്നിട്ടുള്ളൂ. ഒന്ന് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഹദീസിൽ പറയുന്നത് 60 മുഴം നീളമുള്ള കളിമണ്ണിന്റെ സത്ത കൊണ്ടുണ്ടാക്കിയ 60 മുഴം നീളമുള്ള 90 അടി ഹൈറ്റുള്ള നമ്മുടെ ആദ്യത്തെ വാപ്പ ജീവൻ നൽകി അള്ളാഹു എണീക്കാൻ പറഞ്ഞു, അല്ലേ? പിന്നെ ആദമിന്റെ വാരിയലിൽ നൂരിയെടുത്ത് ഹവ്വായിനെ സംവിധാനിച്ചു. അന്ന് ലോകത്ത് വേറെ ഒരു പെണ്ണില്ല. ആദം നബിയെ ഉണ്ടാക്കുമ്പോൾ ലോകത്ത് വേറെ മനുഷ്യരില്ല, ആദ്യത്തെ മനുഷ്യനാണ്. പിന്നീട് ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ യേശുക്രിസ്തു ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം മറിയമിന്റെ പുത്രനായി ഭൂമിയിലേക്ക് പിറന്നു വീണു. ഈ 3 ജന്മങ്ങൾ അത്ഭുതമുള്ള, സാധാരണഗതിയിൽ നിന്ന് മാറി നിൽക്കുന്ന ജന്മങ്ങളാണ്. അതല്ലാതെ ബാക്കി എല്ലാ മനുഷ്യരും മാതാവിന്റെ ഉദരത്തിലൂടെ, അതേ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ആ ഗർഭപാത്രത്തിന്റെ 3 ഇരുട്ടറക്കുള്ളിൽ ഓരോ ഘട്ടം പൂർത്തീകരിച്ചുകൊണ്ട് അതിന്റെ സംവിധാനം നടത്തി ലോകരക്ഷിതാവായ റബ്ബ് പുറത്തേക്ക് കൊണ്ടുവന്ന് നമ്മൾ സാധാരണഗതിയിൽ ഭൂമിയിൽ ജീവിക്കുന്നവരാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യരെ കുറിച്ചാണ് അള്ളാഹു പറയുന്നത്, അവരൊക്കെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നിങ്ങൾ അവരെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത്. 6-ാമത്തെയും 7-ാമത്തെ 8-ാമത്തെ കുറെ കാര്യങ്ങൾ അള്ളാഹു പറയുന്നുണ്ട്. വേറെ വിഷയത്തിലേക്ക് പോകാനുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന് അള്ളാഹു പറഞ്ഞത് അംവാതുൻ ഗൈറു അഹ്യാ, അവർ മരിച്ചവരാണ്. പലരും മരിച്ചവരെ തേടിയിട്ടാ പോകുന്നത്. ജീവനില്ലാത്തവരാണ്, മരിച്ചവരാണ്, അവർ ജീവനില്ലാത്തവരാണ്. എന്നിട്ടാണ് ആ ഖബറിന്റെ അടുത്ത് ചെന്നപ്പോ മിണ്ടി ഇങ്ങോട്ട് സംസാരിച്ചു. എന്തൊക്കെയാണ് പറയുന്നത്? ഇതൊരു ക്ലിപ്പിംഗ് പ്രോഗ്രാം ഒന്നുമില്ലല്ലോ.
പല ഉസ്താദുമാരും പറയുന്നത് ഇന്ന പണ്ഡിതന്റെ ഖബറിന്റെ അടുക്കൽ ചെന്നപ്പോ വഅലൈക്കുമുസ്സലാം എന്ന് വലിയ മഹാരഥൻ അങ്ങോട്ട് സലാം അടക്കി. അപ്പൊ കൂടുള്ളവർ ചോദിച്ചു, അല്ല നിങ്ങൾ എന്തിനപ്പോ സലാം അടക്കിയത്? നമ്മൾ വരുന്നത് കണ്ടിട്ട് ഖബറിൽ കിടക്കണ ഇന്ന ഷെയ്ഖ് എന്നോട് ഇങ്ങോട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു, അപ്പൊ ഞാൻ മടക്കിയതാണ്. മനസ്സിലായില്ലേ? ഞാനിപ്പോ പോവട്ടെ എന്ന് പറയാ, ഞങ്ങളിപ്പോ വന്നിട്ട് അരമണിക്കൂറായി എന്ന് പറയാ, കുറച്ച് നേരം വൈകി പോയി എന്ന് പറയാ. ഖബറിന്ന് ഒരു ചാറ്റൽ മഴയത്ത് കേട്ടോ ഇവരുടെ പണ്ഡിതന്മാര് ഖബറിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോ ഖബറിന്റെ അടുത്ത് നിന്ന് എങ്ങനെ ഉള്ളുന്ന് ഇങ്ങോട്ട് പറയാണത്രേ, ആ ചാറൽ മഴ ഉണ്ടായിരുന്നുല്ലേ, നനഞ്ഞുല്ലേ. അപ്പൊ ഇയാൾ അങ്ങോട്ട് പറയാണ്, കൂടെയുള്ള കേൾക്കെ കുറച്ച് നനഞ്ഞു പോയി, സാരല്ല. അപ്പൊ എന്തിനാ നിങ്ങൾ അങ്ങനെ പറഞ്ഞ്? ഖബറിന്ന് ഇങ്ങോട്ട് ചോദിച്ചു, ചാറ്റൽ മഴ ഉണ്ടായിരുന്നില്ലേ, കുറച്ച് നനഞ്ഞുല്ലേ, സാരല്ല അല്ലേ എന്ന് ഖബറിന്ന് പറഞ്ഞു. അല്ലാഹ് പറയാ, ഇവര് മരിച്ചു പോയവരാണ്, ആ അംവാതുൻ ഗൈറു അഹ്യാ, ജീവനില്ലാത്തവരാണ്. ഇതൊക്കെ ഖുർആനാണ് വിശദീകരിക്കുന്നത്. മാത്രമല്ല മരിച്ചു കിടക്കുന്ന ആളുകൾ അവർക്കറിയില്ല. അടുത്തത് 8ാമത്തെ കാര്യം, വമാ യശ്ഉറൂന അയ്യാന യുബ്അസൂൻ, എന്നാണ് ഉയർത്തെഴുന്നേൽപ്പ് നാളെ എന്ന് പോലും അറിയാത്തവരാണവർ. എന്നാ നമ്മളെ ഖബറിന്ന് എഴുന്നേൽപ്പിക്കുക? അറിയാതെ കിടക്കുന്നവരാണവർ. ഇങ്ങനെ ഖുർആൻ കുറെ കാര്യങ്ങൾ എണ്ണി എണ്ണി കൃത്യമായി ബുദ്ധിയുള്ള, വിവേകമുള്ള, വിവേചന ശക്തിയുള്ള, കാര്യങ്ങളെ വിവച്ഛേദിച്ച് മനസ്സിലാക്കാൻ കഴിവുള്ള മനുഷ്യർക്ക് മുമ്പിൽ തെളിവുകൾ നിരത്തിക്കൊണ്ടാണ് സർവശക്തനായ അല്ലാഹു തആല അവനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ. ഇബാദത്തിന്റെ എല്ലാ വശങ്ങളും അവന്റെ മുമ്പിലേ വെക്കാവൂ. ഓരോ മുസ്ലിമും 5 നേരം കൈകെട്ടി നിന്നിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായതേട്ടം നടത്തുകയുള്ളൂ എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ് പ്രിയപ്പെട്ടവരെ? ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നാട്ടിലെ മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്നവർ ആ പായ ഒന്ന് മടക്കി വെച്ച്, മുസല്ലയൊന്ന് മടക്കി വെച്ച്, ഉമ്മ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ കാലൊന്ന് തെറ്റി വീണാൽ വിളിക്കുന്നത് അല്ലാഹുവേ എന്നല്ല. ഇപ്പൊ പറഞ്ഞ പ്രതിജ്ഞയോ അള്ളാനെ സ്തുതിച്ചു, പ്രകീർത്തിച്ചു, ആ സർവസ്തുതിയും അവനാണെന്ന് പറഞ്ഞു, അർ റഹ്മാനാണെന്ന് പറഞ്ഞു, അർ റഹീമാണെന്ന് പറഞ്ഞു, മാലിക് യൗമിദ്ദീനാണെന്ന് പറഞ്ഞു, പറഞ്ഞില്ലേ? പ്രതിഫല നാളിന്റെ ഉടമസ്ഥനാണെന്ന് പറഞ്ഞില്ലേ? മാലിക്കാണെന്ന് പറഞ്ഞില്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. പക്ഷേ എന്നിട്ടും മുസ്ലിം ഉമ്മത്ത് അല്ലാഹുവിനെ വിട്ട് ഷെയ്ഖുമാരിലേക്കും ബീവിമാരിലേക്കും പോവുകയാണ്. ഈ പരിസരത്തൊക്കെ നമ്മൾ കയറി വരുമ്പോ, യാത്ര ചെയ്തു വരുമ്പോ ഖബറുകളും മക്ബറകളും ജാറങ്ങളും കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന വാചകങ്ങൾ നിങ്ങൾ ഈ പരിസരത്ത് പള്ളിയുണ്ടെങ്കിൽ ആ പള്ളി ദർസിൽ കിതാബ് ഓതി കൊടുക്കുന്ന ഉസ്താദുമാരോട് നിങ്ങൾ പോയി ചോദിക്കണം. ഞങ്ങൾക്കാരോടും വെറുപ്പില്ല, ഒരാളോട് നമുക്ക് വൈരാഗ്യമില്ല. പക്ഷെ നിങ്ങൾ ചോദിച്ചു പഠിക്കണം, ഇത് ഉള്ളതാണോ അല്ലേ, ശരിയാണോ അല്ലേ? ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങൾ വരെ പ്രിയപ്പെട്ടവരെ ഖബറുകൾക്ക് മീതെ വെക്കുന്ന വിളക്കുകളും ബഹുശാഖാ വിളക്കുകളും ആഡംബരമായ വിളക്കുകളും അവിടെ പ്രകാശങ്ങൾ ഇങ്ങനെ ആകെ മിന്നിമറിയുന്ന ധാരാളം തോരണങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ പൊളിച്ചു നീക്കണമെന്നും എടുത്തു നീക്കണമെന്നും ആരാ പറയുന്നതറിയോ? ഷാഫി മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന കിതാബുകളിൽ പറയുകയാണ്, ഖബറിന്റെ മേലെ സ്ഥാപിച്ച വിളക്കുകളും ബഹുശാഖാ വിളക്കുകളുമെല്ലാം അവിടെ നിന്ന് നീക്കം ചെയ്യൽ നിർബന്ധമാണ്. അങ്ങനെയുള്ള വിളക്കുകളും തോരണങ്ങളും ബഹുശാഖാ വിളക്കുകളും ഖബറുകൾക്ക് മേതെ കെട്ടാനും തൂക്കാനും വെക്കാനും കൊടുക്കാനും നേർച്ചയാക്കുന്നതും വഖഫ് ചെയ്യുന്നതും ശരിയാവുകയില്ല, സ്വഹീഹാവുകയില്ല. വഖഫുഹു, അത് വഖഫ് ചെയ്യൽ, വനദറുഹു, അതിനു വേണ്ടി നേർച്ച ചെയ്യൽ. ആരാ പറയുന്നത്? ഷാഫി മദ്ഹബിലെ പ്രിയപ്പെട്ടവരെ കിതാബായ അസ്സവാജിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിലാണ് പറയുന്നത്. ഈ കുരാച്ചുണ്ടിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ, നിങ്ങൾക്ക് ഇതിന്റെ അറബിയുടെ ഇബാറത്ത് അറിയില്ലെങ്കിൽ ഈ ആശയം ഒന്ന് ചോദിച്ചു നോക്കൂ. ഇങ്ങനെ ഞങ്ങൾ കേട്ടു, അങ്ങനെ കിതാബിലുണ്ടോ? ചോദിച്ചു നോക്കൂ നിങ്ങൾ. എത്രയെത്ര ഖബറുകളാണ് കെട്ടിപ്പൊക്കി ജാറമാക്കിയത്, എത്രയെത്ര ഖബറുകളാണ് കുമ്മായമടിച്ച് സിമന്റ് പൂശി പച്ചപ്പതപ്പെട്ട് ആ ഖബറുകളെ ജാറങ്ങളാക്കി മാറ്റിയത്.
അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ ഇതിനെ വിലക്കി, ഇതിനെ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ലേ? വലാ യസ്തബിൽ അഹ്യാഉ വലൽ അംവാത് എന്ന് പറയാനാണോ? ഓക്കെ ഇൻഷാ അല്ലാഹ് പറയാം. അപ്പോ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നത് നോക്ക്, നിങ്ങള് കൃത്യമായി നമ്മുടെ മനസ്സിലേക്ക് വരാൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ അത് വിലക്കി എന്ന് ഹദീസിലുണ്ട്. നിങ്ങൾ ചോദിച്ചു പഠിച്ചോളൂ. നമ്മൾ വളരെ ഒരു അരമണിക്കൂർ സമയം കൂടിയാണ് ഞാൻ സംസാരിക്കുക. നിങ്ങളത് ചോദിച്ച് പഠിച്ചോളൂ. എന്ത് ഇത് ഉണ്ടോ ഇല്ലേ? ഞാൻ പറഞ്ഞു, തർക്കം ഇവിടെ നിലനിൽക്കുന്നു മുസ്ലിങ്ങൾക്കിടയിൽ. ഏത് ശരി, ഏത് തെറ്റ്? മടക്കണം അള്ളാഹുവിലേക്ക്, ഖുർആനിലേക്ക് മടക്കണം, ഹദീസിലേക്ക് പറഞ്ഞല്ലോ, കിതാബിലേക്ക് മടക്കൂ, പണ്ഡിതന്മാരുടെ ഇബാറത്തിലേക്ക് മടക്കൂ. അവരൊക്കെ ഖുർആൻ പഠിച്ച് ഹദീസ് പഠിച്ച് എഴുതി വെച്ച കിതാബുകൾ വായിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളത്? ഒന്ന് ഞാൻ പറഞ്ഞു, ഖബറുകൾക്ക് മേലെ ഉണ്ടാക്കുന്ന വിളക്കുകൾ, ബഹുശാഖ വിളക്കുകൾ നീക്കം ചെയ്യണമെന്ന് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയല്ല ചെയ്തത്. പിന്നെ നീക്കം ചെയ്യൽ നിർബന്ധമാണ്. വഖഫ് പാടില്ല, നേർച്ച പാടില്ല, കൊടുക്കരുത് എന്ന് കിതാബിലില്ലേ? പോരാ, ഇനി കെട്ടിപ്പൊക്കുന്ന ഖബറുകളെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞ ഹദീസ് ആദ്യം കേട്ടോളൂ. അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കി, നഹാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ പ്രവാചകൻ വിലക്കി എന്ത്? അൻ യുജസ്സൽ ഖബറു, ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ പൂശരുത്. പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? പഠിച്ചു നോക്കൂ നിങ്ങൾ. വ അയ്യുബിന അലൈഹി, ഖബറിന്റെ മീതെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത്. വ അയ്യുഖഅദ അലൈഹി, ഖബറിന്റെ മീതെ നിങ്ങൾ കയറിയിരിക്കരുത്. മറ്റൊരു റിപ്പോർട്ടിൽ വ അയ്യുക്തബ അലൈഹി, ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത്. കണ്ടോ? ഒരു ഹദീസിൽ 4 കാര്യങ്ങളാ വന്നത്. കുരാച്ചുണ്ടിലെ മുസ്ലിങ്ങളെ, ഒരു ഹദീസിൽ അല്ലെങ്കിൽ 2 റിപ്പോർട്ടിൽ 4 സംഭവങ്ങളെ വിലക്കി. ഒന്ന്, ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശരുത്. ഹദീസിൽ ഉണ്ടോ ഇല്ലേ? സെലഫികൾ ഒരൊറ്റ ഖബറിന്റെ മേലെയും കുമ്മായമോ സിമന്റോ പൂശി ഇഷ്ടിക കൊണ്ട് കെട്ടി, വെട്ടുകല്ലിറക്കി കെട്ടി, ഹോളബ്രിക്ക് ഇറക്കി കെട്ടി, സിമന്റോ കുമ്മായമോ പൂശുന്ന ഏർപ്പാട് ഒരു സെലഫികളും ചെയ്യാത്തതെന്താ? അള്ളാഹുവിന്റെ പ്രവാചകൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയത് കൊണ്ടാണ്. അതിന്റെ മേലെ നിങ്ങൾ കെട്ടിപ്പടുക്കരുത് എന്ന് പറഞ്ഞു. നമ്മുടെ വാപ്പ മരിക്കുമ്പോ, വല്ലിമ്മ മരിക്കുമ്പോ ഒരു 10ഓ 20ഓ ഹോളോ ബ്രിക്ക് വാങ്ങാൻ ക്യാഷ് ഇല്ലാത്തത് കൊണ്ടല്ല, ഞങ്ങളത് കെട്ടി ഒരു ജാറമാക്കി മാറ്റുകയില്ല. ഇനി ശ്രേഷ്ഠവര്യന്മാരുടേതാണാക്കുന്നതെങ്കിൽ ഞങ്ങളിലെ പണ്ഡിതന്മാർ മരിക്കുമ്പോ ചെയ്യില്ല. ഇപ്പൊ ആലു ഷെയ്ഖ് മരിച്ചില്ലേ? ഇല്ലേ? ചാനലുകൾ റിപ്പോർട്ട് ചെയ്തില്ലേ? 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്, ആ ഖബറടക്കം കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞ് ചെല്ലുന്ന ഒരാൾക്ക് ആലു ഷെയ്ഖിന്റെ ഖബർ ഏതാന്ന് മനസ്സിലാവില്ല. സൗദി രാജാവ് മരിച്ചെന്ന് ഈ നാട്ടിലെ മലയാള ചാനലൊക്കെ പറഞ്ഞു. അത്ഭുതം, ഒരു മണിക്കൂർ കഴിഞ്ഞ് ചെന്നാൽ സൗദി രാജാവിന്റെ ഖബർ ഏതാ എന്നറിയില്ല. എന്താ കാരണം? അവിടെ കയ്യിൽ ക്യാഷ് ഇല്ലാത്തതുകൊണ്ടാ. ആ ഖബറൊന്ന് പ്രത്യേകം അലങ്കാരമാക്കാൻ, ആ ഖബറൊന്ന് പ്രത്യേകം അടയാളപ്പെടുത്താൻ അല്ല. അങ്ങനെ ചെയ്യരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൽപ്പനയാണ്. എന്നാൽ പണ്ഡിതന്മാര് സാധാരണക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതൊക്കെ ഹദീസിലുണ്ട്. ഖബർ കെട്ടിപ്പടുക്കരുത്, ഖബറിന്റെ മേലെ കുമ്മായം പൂശരുത്, സിമന്റ് പൂശരുത് എന്നൊക്കെ അള്ളാഹു തആലയുടെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അത് സാധാരണക്കാരുടെ ഖബറാണ്. എന്നാൽ മഹത്തുക്കളുടെ ഖബറിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. എന്നാ മഹത്തുക്കളുടെ ഖബർ ഇതിൽ നിന്ന് ഒഴിവാണ് എന്ന് ഏത് കിതാബിലാണുള്ളത്? ഏത് ഹദീസിലാണുള്ളത്? ഏത് ആയത്തിലാണുള്ളത്? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഏത് ഹദീസാണുള്ളത്? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഏത് ഹദീസാണുള്ളത്? വേണ്ട, താഴെ നിൽക്കുന്ന മറ്റു മഹാരഥന്മാരായ റാവിമാർ ഉദ്ധരിച്ച ഏത് ഹദീസാണുള്ളത്? ഇതിൽ മഹത്തുക്കളുടെ ഖബർ ഒഴിവാണ്. സാധാരണക്കാരായ ആളുകളുടെ ഖബറുകളെ ഇതിന് ബാധകമുള്ളൂ. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, മുത്തുനബി പറഞ്ഞു കൊടുക്കുകയാണ് അലി റളിയല്ലാഹു അൻഹുവിനോട്, അലി, ഒന്തി നിൽക്കുന്ന ഒരു ഖബറും സാധാരണ ഖബറാക്കി വിടാതെ നീ വിട്ട് കളയരുത്, പൊളിച്ചു നീക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത് ഹദീസിലില്ലേ? അവിടെ പറഞ്ഞു മഹത്തുക്കളുടെ ഖബർ നീ അങ്ങനെ തന്നെ നിർത്തിക്കോ എന്ന് പറഞ്ഞു. സാധാരണക്കാരെ ഖബറാണ് നീ പൊളിക്കേണ്ടത് എന്ന് പറഞ്ഞു. ഒരൊറ്റ ഹദീസിലും അങ്ങനെ വന്നിട്ടില്ല. പോരാ, വീണ്ടും ഞാൻ പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ എന്ന് പറയാം,
കേട്ടോളൂ. വതജിബുൽ മുബാദറതു ലിഹദ്മിഹാ വഹദ്മിൽ കിബാബില്ലതി അലൽ ഖുബൂർ ഇത് ഹിയ അളറു ബിൽ മസ്ജിദിൽ ളിറാർ. ഖബറിന്റെ മീതെ എടുപ്പുകളും കുബ്ബകളും ഉണ്ടാക്കൽ കപട വിശ്വാസികൾ ഉണ്ടാക്കുന്ന പള്ളികളെക്കാൾ അപകടം പിടിച്ചതാണ്. ഇത് ഹിയ അളറു ബിൽ മസ്ജിദിൽ ളിറാർ. കപട വിശ്വാസികൾ ഉണ്ടാക്കിയ പള്ളിയേക്കാൾ അപകടം പിടിച്ചതാണ്. ഇനി കാരണം കൂടി പറഞ്ഞു കൊടുക്കുകയാണ് പള്ളി ദർസിൽ പഠിപ്പിക്കുന്ന കിതാബിൽ. ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബറിന്റെ മേതെ കുബ്ബകളോ എടുപ്പുകളോ കെട്ടിപ്പടുക്കലുകളോ ഉണ്ടാകരുത് എന്ന് പറയാനുള്ള കാരണം എന്താ? കാരണം ലിഅന്നഹാ ഉസ്സിസത് അലാ മഅസിയത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനപരമായ കൽപ്പനക്കെതിരാണ്. എന്താ അടിസ്ഥാനപരമായ കൽപ്പന? ഖബർ കെട്ടിപ്പടുക്കരുത് എന്നതാണ്. ഖബറിന്റെ മേലെ സിമന്റോ കുമ്മായമോ പൂശരുത് എന്നാണ്. ഖബറിന്റെ മേലെ കയറിയിരിക്കരുത് എന്നാണ്. ഖബറിന്റെ മേലെ എഴുതരുത് എന്നതാണ് അടിസ്ഥാന കൽപ്പന. അതിനെതിരാണ്. പോരാ, വഅമറ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചിട്ടുണ്ട് ബിഹദ്മി ഖുബുരിൽ മുശ്രിഫ. പൊന്തി നിൽക്കുന്ന ഖബറുകൾ പൊളിച്ച് സാധാരണ ഖബറാക്കണമെന്നത് നബിയുടെ കൽപ്പനയുമുണ്ട്. പോരാ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടിസ്ഥാനപരമായ കൽപ്പന മാത്രമല്ല, ലിഅന്നഹു നഹാ അൻ ദാലിക്. ആരെങ്കിലും ഖബർ കെട്ടിപ്പടുക്കുകയാണെങ്കിൽ നബി അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് വിലക്കിയിട്ടുമുണ്ട്. ഇതെവിടെ പഠിപ്പിക്കുന്നത്? ഇതെവിടെ പഠിപ്പിക്കുന്നത്? പള്ളി ദർസിലെ കിതാബുകളിലാണ് പഠിപ്പിക്കുന്നത്. ഷാഫി മദ്ഹബിലാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ മുജാഹിദുകൾ, സലഫികൾ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ എളിയ പ്രബോധകന്മാർ ഓരോ അങ്ങാടിയിലും എഴുന്നേറ്റ് നിന്ന് ഞങ്ങളുടെ ഇഷ്ടപ്രകാരം പറയുകയല്ല. കിതാബുകളിൽ രേഖപ്പെട്ട് കിടക്കുന്നു. എന്തുകൊണ്ട് ഈ മുസ്ലിം ഉമ്മത്തിനോട് അത് പറഞ്ഞു കൊടുക്കുന്നില്ല? പറഞ്ഞു കൊടുത്താൽ വരുമാന മാർഗത്തിന് തടസ്സമാണത്. വരുമാന മാർഗത്തിന് പ്രയാസമുണ്ടാക്കുമത്. പല സ്ഥലത്തും വരുമാന മാർഗങ്ങൾ തന്നെ കെട്ടിപ്പൊക്കിയ ഖബറുകളും വരുമാന മാർഗങ്ങളുമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സലഫികളെ കുറിച്ച് പഠിക്കുമ്പോ നിങ്ങൾ തിരിച്ചു ചിന്തിച്ചോ? ഞാൻ പറഞ്ഞല്ലോ, ഒന്നാമത്തെ നൂറ്റാണ്ട് മുത്തുനബിയുള്ള നൂറ്റാണ്ട്, സുമ്മല്ലദീന യലൂനഹും എന്ന് പറഞ്ഞില്ലേ? അടുത്ത നൂറ്റാണ്ട്. ആ മൂന്ന് നൂറ്റാണ്ടിൽ ഇല്ല പ്രിയപ്പെട്ടവരെ, ഒരു ഖബറും കെട്ടിപ്പടുക്കുന്നില്ല. ഷിയാക്കളാണ് ഇതാദ്യം ആരംഭിച്ചത്. എപ്പോ എന്ന് നിങ്ങൾ പരിശോധിച്ച് പഠിച്ചോളൂ. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തിനും ഇത് പരിചയമില്ല. ഇനി ഓരോ ആചാരങ്ങൾ നിങ്ങൾ എടുത്തോ. സെൽഫികളെ കുറിച്ച് ഇവർ പ്രാർത്ഥനയില്ലാത്തവരാണ്, സ്വലാത്തില്ലാത്തവരാണ്, ദിക്റില്ലാത്തവരാണ്, മരിച്ചാൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതാത്തവരാണ് എന്നൊക്കെ പറയുമ്പോ എന്തുകൊണ്ടാണ് ഞങ്ങൾ പ്രത്യേകമായ സ്ഥലത്ത് നിങ്ങൾ പറയുന്നത് പോലെയുള്ള ചില ദിക്റുകളും പ്രാർത്ഥനകളും നടത്താത്തത്? അങ്ങനെ മാതൃകയില്ലാത്തത് കൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് അഫ്ളലായ ദിക്ർ എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ മയ്യത്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലാത്തത് എന്താ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ മുജാഹിദായത് കൊണ്ട് എന്നതല്ല മറുപടി. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, സ്വഹാബ കിറാം റളിയല്ലാഹു അൻഹും അവര് ആ മയ്യത്തിന്റെ കൂടെ പോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലിപ്പോയതിന്റെ ഒരു തെളിവിന്റെ മൈന്യൂട്ട് കഷ്ടം ലോകത്തിന്റെ മുമ്പിൽ തരാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തത് എന്നാണ് ഞങ്ങളുടെ മറുപടി. നിങ്ങൾ കേട്ടോ, ഞാൻ വെറുതെ പറയില്ല. എന്തുകൊണ്ടാണ് മരിച്ച സ്ഥലത്തിരുന്ന് പ്രത്യേകമായ ഒരു ഖുർആനോത്തിന്റെ ചടങ്ങ് ഉണ്ടാക്കാത്തത് എന്നതിന്റെ ഉത്തരം ഷാഫി മദ്ഹബിൽ നിന്ന് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കേട്ടോളൂ. ഏതായത്തിന്റെ വ്യാഖ്യാനത്തിലാണ്? വഅലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ എന്ന ആയത്തിന്റെ വിശദീകരണത്തിൽ ആരാ പറയുന്നറിയോ? ഷാഫി മദ്ഹബില് പ്രമുഖ പണ്ഡിതനായ ഇമാം ഇബ്നു കസീർ വലിയ തഫ്സീർ നോക്ക്. നിങ്ങൾ എല്ലാ മുസ്ലിങ്ങളും ആ തഫ്സീർ വായിക്കുകയും അതിലൊരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്നവരാണ്. ആ മഹാനായ മുഫസ്സിറായ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിന് വിശദീകരണം കൊടുക്കുമ്പോ ഷാഫി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് വിശദീകരണം കൊടുക്കുന്നത്. കേട്ടോളൂ. എന്നിട്ട് നിങ്ങൾ ഈ കുരാച്ചുണ്ടിലെ മുസ്ലിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പണ്ഡിതന്മാരോട് പോയി ചോദിക്കൂ, ഉണ്ടോ ഇല്ലേ? കേട്ടോളൂ, ഞാൻ വായിക്കാം. ഈ ആയത്തിന്റെ വ്യാഖ്യാനം തഫ്സീറിൽ നിന്ന് വായിക്കാം. വമിൻ ഹാദിഹിൽ ആയ അൽ കരീമ, ഈ മഹത്തരമായ ആയത്തിൽ നിന്ന്. ഏതാണ് ആയത്ത്? വഅലൈസ ലിൽഇൻസാനി ഇല്ലാ മാ സഅ. എന്താണ് ആയത്തിന്റെ അർത്ഥം? ഒരു മനുഷ്യന് അവന്റെ അധ്വാനത്തിൽപ്പെട്ടതാണ് ലഭിക്കുക, അവന്റെ അധ്വാനത്തിൽപ്പെടാത്ത ഒന്ന് ലഭിക്കില്ല.
എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ലഭിക്കില്ല, വേറൊരാൾക്ക് ദാനധർമ്മം ചെയ്യാൻ പറ്റില്ല എന്ന അർത്ഥത്തിലല്ല. പക്ഷേ ചിലത് അവൻ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിലാണ് മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം ഷാഫി ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു, മിൻ ഹാദിഹിൽ ആയൽ കരീമ, ഈ കരീമയായ മഹത്തരമായ ആയത്തിൽ നിന്ന് ഇസ്തംബത്ത ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തെളിവെടുക്കുകയാണ്. വമനിത്തബഅഹു, ഇമാം ഷാഫി ആ ഇമാമിനെ പിന്തുടർന്ന അദ്ദേഹത്തിന്റെ അനുചരന്മാരും തെളിവെടുക്കുകയാണ്. എന്ത് തെളിവാണ് എടുത്തത്? അന്നൽ ഖിറാഅത ലാ യസ്ലി ഇഹ്ദാഉ സബാബിഹാ ഇലൽ മൗത ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. ഒരാൾ മരിച്ചതിന്റെ മയ്യത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ഖുർആൻ പാരായണമുണ്ടല്ലോ, അതിന്റെ പ്രതിഫലം മരണപ്പെട്ടവനിലേക്ക് എത്തുകയില്ല. ഞാനല്ല പറയുന്നത്, ഷാഫി മദ്ഹബാണ് പറയുന്നത്. ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. എന്താ കാരണം? ലിഅന്നഹു ലൈസ മിൻ അമലിഹിം വലാ കസ്ബിഹിം. അതാ മരിച്ചവന്റെ പ്രവൃത്തിയിലോ അധ്വാനത്തിലോ പെട്ടതല്ല. വലിഹാദാ ലം യൻദുബ് ഇലൈഹി റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മത്തഹു, ഉമ്മത്തിന് ഇങ്ങനെ ഒരു സുന്നത്ത് പഠിപ്പിച്ചിട്ടില്ല. വലാ ഹസ്സഹും അലൈഹി വലാ അർശദഹും ഇലൈഹി ബിനസ്സിൻ വലാ ഈമാഇൻ. ഗണ്ഡിതമായ തെളിവോ സൂചനാപരമായ തെളിവോ ഉറപ്പുള്ള തെളിവോ ബലഹീനമായ തെളിവോ പ്രവാചകന്റെ അടുക്കൽ നിന്ന് വന്നിട്ടില്ല. വലം യുൻകൽ ദാലിക അഹദിൻ മിനസ് സ്വഹാബ, സഹാബാ കിറാം റളിയല്ലാഹു അൻഹും, സഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പോലും ഇങ്ങനെ മയ്യത്തിന്റെ അടുത്തിരുന്ന് ഖുർആൻ ഓതുന്ന ഒരു സമ്പ്രദായത്തെ ഉദ്ധരിച്ചിട്ടില്ല. വലൗ കാന ഖൈറാ, വല്ല ഖൈറും അങ്ങനെ ഓതുന്നതിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ലസബഖൂനാ ഇലൈഹി, നമ്മളെക്കാൾ മുമ്പ് അവർ ചെയ്യുമായിരുന്നു. ഇതാ പള്ളി ദർസിൽ ഓതി കൊടുക്കണ തഫ്സീറിലുള്ളതാ. എന്താ പറഞ്ഞു കൊടുക്കാത്തത് സമൂഹത്തിന്? എന്താ സമൂഹത്തെ പഠിപ്പിക്കാത്തത്? എന്നിട്ട് ആ ഖുർആൻ അങ്ങനെ ഒരു ചടങ്ങാക്കാത്ത മുജാഹിദുകളെ കുറിച്ച് അത്ഭുതം എന്താ അറിയോ? ഇവരുടെ കണ്ണിൽ, പണ്ഡിതന്മാരുടെ കണ്ണിൽ, സാധാരണക്കാരല്ല, ഉസ്താദുമാരുടെ കണ്ണിൽ നമ്മളാണ് പുത്തൻവാദികൾ. നഊദു ബില്ലാഹ്. ഒരു പുത്തനാചാരം അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും പഠിപ്പിക്കാത്ത ദീനിന്റെ ആചാരമാണെന്ന് പറഞ്ഞ് രണ്ടെണ്ണം വേണ്ട, മുജാഹിദ് പ്രസ്ഥാനം ലോകത്തിന്റെ മുമ്പിൽ സുന്നത്തായി പഠിപ്പിക്കുന്നത് ഒന്ന് കാണിക്കൂ, ഒന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? തിരിച്ചൊന്ന് ചോദിക്കുക. നിങ്ങള് എത്ര എണ്ണം പറയാം? ഈ പറഞ്ഞ തന്നെ മരിച്ച സ്ഥലത്തിരുന്ന് ഖുർആൻ ഒരു പ്രത്യേക രീതിയിൽ ഓതുന്നു, മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഉറക്കെ ദിക്ർ ചൊല്ലി പോകുന്നു, 3-ന്റെ അന്ന് കണ്ണൂക്ക് നടത്തുന്നു, 7-ന്റെ അന്ന് പ്രത്യേക ആചാരം, 21-ന്റെ അന്ന് പ്രത്യേക ആചാരം, 40-ന് പ്രത്യേക ആചാരം, മരിച്ച ഡേറ്റ് വരുമ്പോ ആണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എത്ര ബിദ്അത്തുകളാണ്. ആ ഖബറിന്റെ അടുത്ത് ഒരു കുറ്റിപ്പുര കെട്ടി ഖുർആൻ ഓതുന്നു, അല്ലേ? ഇങ്ങനെ എത്ര ബിദ്അത്തുകളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം 2 പെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണെന്ന് പറയുന്നു. പെരുന്നാളിന് എങ്ങനെ പോകണം, എങ്ങനെ വരണം, പുതിയ വസ്ത്രമണിയണം, ആ മൈതാനത്ത് വേറെ നിസ്കാരമില്ല, സ്ത്രീകളുടെ ഭാഗത്തേക്ക് മുത്തുനബി ചെന്ന് പ്രത്യേക സ്വതക്ക ചെയ്യാൻ പറയുന്നു. എന്നാൽ നബിദിനാഘോഷം 2 പെരുന്നാളിനേക്കാൾ വലുതാണെങ്കിൽ അന്ന് നടത്തേണ്ട ഒരു ആചാരം ഹദീസിലുണ്ടോ? എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് കിതാബിലുണ്ടോ? എന്തെങ്കിലും ഒരു പ്രത്യേകത മുത്തുനബി പറഞ്ഞിട്ടുണ്ടോ? സഹാബത്തിനറിയുമോ? ഭാര്യമാർക്കറിയുമോ? ഖലീഫമാർക്കറിയുമോ? മദ്ഹബിന്റെ ഇമാമുകൾക്കറിയുമോ? എത്ര നൂറുകണക്കിന് തിരിച്ചു ചോദിക്കാൻ പറ്റും. നിങ്ങൾ പറയൂ മുജാഹിദുകളെ, നിങ്ങൾ ഈ ചെയ്യുന്ന ഇസ്ലാമിന്റെ ആചാരമാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഈ ചെയ്യുന്നത് എവിടെയാണ് മുത്തുനബി ചെയ്തത് എന്ന് ചോദിക്കൂ. നിങ്ങളെ ഇല്ല അങ്ങനെ ചോദിക്കാൻ. എന്നിട്ട് നമുക്ക് വിളിക്കണ പേരോ പുത്തൻവാദികൾ. എന്താ നമ്മൾ പുത്തനായിട്ട് ഉണ്ടാക്കിയത്? നിങ്ങൾ പഠിക്കാനാ വരണത്. പുത്തനായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും ഒന്ന് പ്രിയപ്പെട്ടവരെ ഉദ്ധരിക്കാൻ പറ്റുമോ? മുസ്ലിം ഉമ്മത്തിന് കഴിയില്ല. സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാമെന്ന് ഞങ്ങൾ പറയുന്നു. ഞാൻ വേഗം ഓർഡറൊക്കെ തെറ്റിച്ച് പറയാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ നിർബന്ധമുണ്ടോ? ഇല്ല. അവർക്ക് പോകാം. പോയാൽ അവർക്കും കിട്ടും 27 ഇരട്ടി പ്രതിഫലം. മക്കത്ത് പോകുന്നില്ലേ? മദീനത്ത് പോകുന്നില്ലേ? ഉണ്ട്. മുമ്പേ പോകുന്നില്ലേ? ഉണ്ട്. ഇനി മക്കത്ത് പോയി എന്നതാണ് തെളിവല്ല. അതിന് 150-ലധികം ഹദീസുകൾ തെളിവില്ലേ? ഉണ്ട്. 150-ലധികം തെളിവുകൾ ഹദീസുകളില്ലേ? ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇത് ഹദീസിന് പകരം ഷാഫി മദ്ഹബിലെ
ചില പണ്ഡിതന്മാരുടെ ഇമാം നബവി നോക്കൂ, നിങ്ങൾ ഉദ്ധരിക്കുന്ന ഒന്ന് മാത്രം ഞാൻ കേൾപ്പിക്കാൻ കേട്ടോളൂട്ടോ. ഫഖദ് നഖല ഇബ്നുൽ മുൻദിർ വഗൈറുഹു അൽ-ഇജ്മാ അലാ അന്നഹാ ലൗ ഹളറത് വസല്ലത്തിൽ ജുമുഅ ജാസ. സുബ്ഹാനല്ലാഹ്, ഇത്ര ക്ലിയർ ആണ്. ഇമാം നബവിയാണ് ലോകത്തോട് പറയുന്നത്. ഒരു സ്ത്രീ ജുമുഅക്ക് വന്നു, ഓക്കെ, ഇജ്മാ ഉണ്ട് എന്നാണ് പറയുന്നത്. ഒരു സ്ത്രീ ജുമുഅക്ക് വന്നു, ആ സ്ത്രീ ജുമുഅ നമസ്കരിച്ചു, ജുമുഅയിൽ പങ്കെടുത്തു, എന്നാൽ അവളുടെ ജുമുഅ അനുവദനീയമാണ്. ആരാ പറയുന്നത്? ഇമാം നബവി. കേട്ടോളൂ ഇനി. വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീള, കുറ്റമറ്റതായ സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. എന്തിന്? അന്നന്നിസാഅ കുന്ന യുസല്ലീന ഖൽഫ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പിറകിൽ സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ഫീ മസ്ജിദിഹി, പ്രവാചകന്റെ പള്ളിയിൽ, ഖൽഫർ റിജാലി, പുരുഷന്മാരുടെ പിറകിൽ. പള്ളി ദർശിൽ ഓതി കൊടുക്കണ കിതാബിലുള്ളതാ. നബിയുടെ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ, മുത്തുനബിയുടെ പിറകിൽ, പുരുഷന്മാരുടെ പിറകിൽ, നബിയുടെ പള്ളിയിൽ, വീട്ടിനുള്ളിലല്ല, നബിയുടെ പള്ളിയിൽ, നബിയുടെ പിറകിൽ പോരാ, പുരുഷന്മാരുടെ പിറകിൽ അവർ നമസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ദാ പള്ളി ദർസിൽ ഓതിക്കൊടുക്കുന്ന കിതാബിൽ പറയുന്നത് എന്താണ്? വഖദ് സബതത്തിൽ അഹാദീസു സ്വഹീഹ അൽ മുസ്തഫീള, കുറ്റമറ്റതായ സ്വഹീഹായ ഹദീസുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇജ്മാ ഉണ്ട്. ഇമാം നബവി പറയാ, ഒരു പെണ്ണ് ജുമുഅക്ക് വന്നാൽ അവളുടെ ജുമുഅ അനുവദനീയമാണ്, സ്വീകരിക്കപ്പെടുന്നതാണ്. പോരാ, ഇനി ഹദീസും കേട്ടോളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ആയിഷ ബീബി മുത്തുനബിയുടെ പ്രിയപ്പെട്ട പത്നി പറയുകയാണ്, കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്തൽ ഫജ്രി. കേട്ടോളൂ കൂരാച്ചുണ്ടിലെ മുസ്ലിങ്ങളെ, സലഫികൾ പറയുന്നതിന് പ്രമാണമാണ് നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. ആരെയും അധിക്ഷേപിക്കുകയല്ല, കൃത്യമായ പ്രമാണമാണ് പറയുന്നത്. കുന്ന നിസാഉൽ മുഅ്മിനാത്തി യശ്ഹദിന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട പത്നി ആയിഷ ബീബി പറയുകയാണ്, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ അവർ നബിയുടെ കൂടെ സുബഹി ജമാഅത്തിന് വരുമായിരുന്നു. സുബഹി നിസ്കരിക്കാൻ വരും. പോരാ, കേട്ടോളൂ വാക്ക്. മുത്തലഫിആത്തിൻ ബിമുറൂതിഹിന്ന ثم ينقلبن إلى بيوتهن حين يقضين الصلاة لا يعرفهن أحد من الغلس. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. അതും നബിയിൽ നിന്ന് കേട്ടു കൃത്യമായി പറയുന്നത് ആരാ? ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരാ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹാ. എന്താ പറഞ്ഞത്? മൂടി പൊതച്ചിട്ടാണ് അവർ വരിക. നിസ്കാരം കഴിഞ്ഞ ഉടനെ, കേട്ടോളൂട്ടോ, ഹീന യഖ്ലീന സ്വലാത്ത്, നിസ്കാരം കഴിഞ്ഞ ഉടനെ അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. സുമ്മ യൻഖലിബിന ഇലാ ബുയൂതിഹിന്ന, അവർ അവരുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകും. ഹീന യഖ്ലീന സ്വലാ, നമസ്കാരം കഴിഞ്ഞ ഉടനെ. ലാ യഅരിഫുഹുന്ന അഹദും മിനൽ ഗലസ്, ഇരുട്ടുകൊണ്ട് അവരെ ഒരാൾക്കും തിരിച്ചറിയുമായിരുന്നില്ല. ഇത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസല്ലേ? ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസല്ലേ? ഇരുട്ടുകൊണ്ട്. അപ്പൊ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുക്കുന്ന എന്താ അറിയോ? അങ്ങനെ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, റഹ്മത്തുള്ളാഹി അലൈഹിമ, അവരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. പക്ഷേ അത് പള്ളിയിൽ പോയതിന് തെളിവല്ല, വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിച്ചതിന്റെ തെളിവാണ്. എന്നാ പിന്നെ നിസ്കാരം കഴിഞ്ഞ് ഉടനെ അവരവിടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുമെന്ന് പറഞ്ഞതോ? ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല എന്ന് പറഞ്ഞതോ? നബിയുടെ കൂടെ അവർ സുബഹിക്ക് പങ്കെടുക്കുമെന്ന് പറഞ്ഞതോ? കുന്ന നിസാഉൽ മുഅ്മിനാത്ത് എന്ന് പ്രയോഗിച്ചതോ? മുഅ്മിനാത്തുകളായ സ്ത്രീകളാണ് എന്ന് ആദ്യം പറഞ്ഞു. നബിയുടെ ഭാര്യമാർ എന്നല്ല പറഞ്ഞത്. മുഅ്മിനാത്തുകളായ സ്ത്രീകൾ നബിയുടെ കൂടെ സുബഹി നമസ്കരിച്ചു. അവർ നിസ്കാരം കഴിഞ്ഞാൽ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകും. ആ ഇരുട്ടുകൊണ്ട് അവരെ ആർക്കും തിരിച്ചറിയുമായിരുന്നില്ല. മൂടിപ്പൊതച്ചുകൊണ്ടാണ് അവർ വരുന്നത്. ഇത് വീട്ടിന്റെ ഉള്ളില് ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ വീട്ടിനുള്ളിൽ ആ നിസ്കാര സ്ഥലത്ത് നിന്ന് കിച്ചണിലേക്ക് ഇറങ്ങിയതിനെ കുറിച്ചാണോ പറയുന്നത്? ബെഡ്റൂമിലേക്ക് പോയതിനെ കുറിച്ചാണോ പറയുന്നത്? ഇരുട്ടുകൊണ്ട് അവരെ തിരിച്ചറിയുമായിരുന്നില്ല എന്ന്. അപ്പൊ ദുർവ്യാഖ്യാനമാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളെ, ഇഷ്ടമുള്ളവർ പോയാൽ മതി, പക്ഷെ തെളിവില്ല എന്ന് പറയരുത്. ഒരു സ്ത്രീ പള്ളിയിലേക്ക് ഞാൻ പോവട്ടെ എന്ന് ചോദിച്ചാൽ
അവളെ തടയാൻ ഇസ്ലാമിൽ ഒരാൾക്കും അധികാരമില്ല. റബീഉൽ അവ്വലിന്റെ ജാഥ പോകുമ്പോ ഇറങ്ങൂലേ, വരും. നാട്ടിൽ സർക്കസ് ഒന്നാ പോണില്ലേ, റിക്ഷയിൽ പോണില്ലേ, ബസ്സിൽ പോകുന്നില്ലേ, കോളേജിൽ പോകുന്നില്ലേ, എല്ലാ സ്ഥലത്തേക്കും പോകാം. സാധാരണ വീട്ടിലിരുന്ന മാക്സി ഇട്ടിട്ടാണ് നബിതന റാലി കാണാൻ റോഡിന്റെ തേടുക്ക് വരിക. അതിനൊന്നും പ്രശ്നമില്ല. ഭർത്താവിന്റെ കൂടെ വാപ്പാന്റെ കൂടെ പള്ളിയിലേക്ക് ആ ജുമായുടെ നേരം നട്ടുച്ച സമയത്ത് പകല് സമയത്ത് പോയാൽ പിത്തിനുള്ള കാലത്ത് ഒരു സ്ത്രീ എവിടെ പോകാൻ പാടില്ല, പുറത്തേ ഇറങ്ങാൻ പാടില്ല, വീട്ടിന്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കണം. അതന്നെ ഞങ്ങളും പറയുന്നത്. പക്ഷേ ഭർത്താവിന്റെ കൂടെ സെലഫി പള്ളികളില് സ്ത്രീകൾക്ക് സൗകര്യമുള്ള പള്ളിയിൽ അവർക്ക് വേറെ ഒതു കൊടുക്കാനുള്ള സ്ഥലമുണ്ട്, വേറെ റൂമുണ്ട്, വേറെ സൗകര്യങ്ങളുണ്ട്. അവിടെ പോയി നമസ്കരിക്കാൻ, ജുമാ ഖുത്ബ കേൾക്കാം. സമസ്തയുടെ പള്ളിയിൽ 2 മീറ്റർ 3 മീറ്റർ വിട്ടിട്ട് വേറെ റൂം ഉണ്ടാകും. യാത്രക്കാരികളായ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള നിസ്കാര സ്ഥലം. ഇതിലേക്ക് അങ്ങോട്ട് മുട്ടിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഇസ്ലാമിന്റെ പ്രമാണത്തിലുള്ളതാണ്. അത് സെലഫികൾ പറയുന്നു. ഇങ്ങനെയെല്ലാം ഇപ്പൊ നിസ്കാരം കഴിഞ്ഞു, സാധാരണക്കാർ അതൊക്കെയാണ് മനസ്സിലാക്കുക. നിസ്കാരം കഴിഞ്ഞ് ജമാഅത്ത് കഴിഞ്ഞാൽ ഉസ്താദ് തിരിഞ്ഞിരിക്കും, പ്രാർത്ഥിക്കും. അപ്പൊ പറയും സെലഫികൾക്ക് പ്രാർത്ഥന ഇല്ല എന്ന്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരൊറ്റ ജമാഅത്ത് കഴിഞ്ഞിട്ട്, ഒരൊറ്റ 23 വർഷക്കാലം മുത്തുനബി ജീവിച്ചിട്ട് നടത്തിയ നിസ്കാരങ്ങളിൽ ജമാഅത്ത് കഴിഞ്ഞിട്ട്, ഒരു ജമാഅത്ത് കഴിഞ്ഞിട്ട് അള്ളാന്റെ റസൂൽ തിരിഞ്ഞിരുന്ന് ഒരു നബി പ്രാർത്ഥിക്കുക, സഹാബത്ത് ആമീൻ പറയുന്ന ഒരു സമ്പ്രദായം നിസ്കാരത്തിന് ശേഷം കാണിച്ചാൽ നമുക്ക് ചെയ്യാൻ നാളെ മുതൽ ഒരു പ്രശ്നമില്ല. എന്നാൽ ആയിഷ ബീബി പറയണ എന്താ അറിയോ? ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത്ത്, ആയിഷ ബീബി പറയാ, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെയായിരുന്നു. എങ്ങനെ? ഇദാ സല്ലമ, സലാം വീട്ടിയാൽ, ലം യഖഉദ്, ഇരിക്കാറില്ല, ഇല്ലാ മിഖ്ദാറ മാ യഖൂലു, ഇത് പറയുന്നത് വരെ, അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം തബാറക്ത യാദൽ ജലാലി വൽ ഇക്റാം, ഇത് പറയുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന സ്ഥലത്തിരിക്കും. അത് കഴിഞ്ഞാൽ അവിടുന്ന് മാറിപ്പോകും. ഇനി ഷാഫി മദ്ഹബിൽ തന്നെ പറയുന്നത്, ചില ദിവസങ്ങളിൽ മുത്തുനബി കുറച്ചും കൂടി സമയം അവിടെ നിൽക്കും. എന്നിട്ട് അതിന്റെ താഴെ കൊടുത്ത എന്താ അറിയോ? സ്ത്രീകൾ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ അതിൽ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? അപ്പൊ അവിടെ ഒറ്റയ്ക്കിരുന്ന് നിസ്കാരം കഴിഞ്ഞ് അല്ലാഹു അക്ബർ, അസ്തഗ്ഫിറുല്ലാഹ് 3 വട്ടം, അല്ലാഹുമ്മ അൻതസ്സലാം വല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത് വലാ മുഅതി ലിമാ മനഅത് വലാ യൻഫഉ ദൽ ജദ്ദി മിൻകൽ ജദ്, ഇങ്ങനെ ഈ ദിക്ർ പ്രാർത്ഥനകൾ സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദ എന്ന് തുടങ്ങുന്ന ദിക്ർ ചൊല്ലി 100. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് ധാരാളം ഖുർആനിലെ ചില സൂറത്തുകൾ ഓതാനുണ്ട്, പ്രത്യേക എണ്ണമുണ്ട്. ആയത്തുൽ കുർസി ചെയ്യാം, സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലക്ക്, അങ്ങനെ പ്രത്യേക ഭക്തിന് പ്രത്യേക എണ്ണമുണ്ട്. അതൊക്കെ ചൊല്ലിയിട്ട് അവിടെ ഇരുന്ന് ഉപ്പാന്റെ കാര്യം, ഉമ്മാന്റെ കാര്യം, മക്കളുടെ കാര്യം, നമ്മുടെ കാര്യം, കച്ചവടം, ബിസിനസ്, ഈ ഹലോകം പരലോകം എല്ലാം അള്ളാഹുവിനോട് ചോദിക്കുക. സമയല്ലേ പോകാം, കാറിലിരുന്ന് ചൊല്ലാം. സമയല്ലേ, പെട്ടെന്ന് പോവേണ്ട ആളാണോ, പോവാം. പക്ഷേ ഇമാം എന്നും ഒരേ പ്രാർത്ഥന, നമ്മളെല്ലാവരും ആമീൻ പറയുന്നു. അങ്ങനെ ഒരു സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. അപ്പൊ പ്രാർത്ഥന ഇല്ലാത്തവരായി പരിചയപ്പെടുത്തുന്നു. എന്നാൽ പ്രമാണത്തിൽ എന്താ വന്നത്? അള്ളാന്റെ റസൂൽ നിസ്കാരം കഴിഞ്ഞാൽ ഈ അർത്ഥത്തിൽ ചെയ്യാറില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മരിച്ച മയ്യത്തുമായി പോകുമ്പോൾ ഞാൻ അതിന്റെ തെളിവ് പറയാനാണ്. നമ്മൾ ഉറക്കെ ദിക്ർ ചൊല്ലാറില്ല. അതിന് ദിക്ർ ചൊല്ലരുത് എന്ന അർത്ഥത്തിലല്ല അത് പറയുന്നത്. മനസ്സുകൊണ്ട് അള്ളാഹുവിനെ ഓർത്ത്, മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, ദിക്ർ ചൊല്ലി, അള്ളാഹുവിനെ കുറിച്ചോർത്ത്, പരലോകത്തെ കുറിച്ചോർത്ത്, ഖബറിനെ കുറിച്ചോർത്ത്, ഈ കൊണ്ടുപോകുന്ന മയ്യത്തിന് വേണ്ടി ദുആ ചെയ്ത് മൗനമായി പോവുകയാണ് വേണ്ടത്. വർത്തമാനം പറഞ്ഞു പോകുന്ന ആരെങ്കിലും ഉണ്ടോ? തെറ്റാണ് ആ ചെയ്യുന്നത്. ഇതാണ് ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. വഇലം, അറിയണേ, ഒക്കെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ പറയുന്നത്, നിഷേധിക്കാൻ ആർക്കും കഴിയില്ല. വഇലം അന്ന സ്വവാബൽ മുഖ്താർ, ശരിയായ മുൻഗാമികളുടെ മാർഗമെന്ന് പറഞ്ഞാൽ മാ കാന അലൈഹി സലഫ്, മുൻഗാമികളുടെ ശരിയായ മാർഗമെന്ന് പറഞ്ഞാൽ അസ്സുകൂത്ത് ഫി ഹാലി സൈരി മഅൽ ജനാസ, മയ്യത്തിന്റെ കൂടെ മിണ്ടാതെ പോവണം. ഫലാ യർഫഅ, ഉയർത്തരുത്. കേട്ടോളൂ, ഫലാ യർഫഅ സൗതൻ ബിഖിറാഅത്തിൻ, ഖുർആൻ ഓതിക്കൊണ്ട് നിങ്ങൾ മയ്യത്തിന്റെ കൂടെ പോകുമ്പോൾ ശബ്ദമുയർത്തരുത്. പോരാ, വലാ ദിക്രിൻ, ദിക്ർ ചൊല്ലിക്കൊണ്ട് ശബ്ദമുയർത്തരുത്. വലാ ഗൈരി ദാലിക്, ദിക്റുമല്ല ഖുർആനുമല്ല മറ്റെന്തെങ്കിലും ശബ്ദങ്ങൾ നിങ്ങൾ ഉണ്ടാക്കരുത്. അപ്പൊ വർത്തമാനം പറയരുത്, ദിക്ർ ചൊല്ലി ഉറക്കെ ചൊല്ലി പോകരുത്.
ഖുർആൻ ഉറക്കെ ഓതിപ്പോവരുത്. ഇമാം നബവി തന്റെ അൽ അദ്കാറിൽ 136-ാമത്തെ പേജിൽ പറയുന്നു, പള്ളി ദർസിലെ മേലെ വെച്ചിട്ടുണ്ട്, അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ട്, കുട്ടികൾ ഓതി പഠിക്കുന്നുണ്ട്. ഇമാം നബവിയുടെ അൽ അദ്കാർ. എന്നിട്ട് മയ്യത്ത് കൊണ്ടുപോകുമ്പോ സലഫികൾ മിണ്ടാതെ പോകുമ്പോ പറയും, കണ്ടോ ദിക്റില്ലാത്തവരാണ് ഈ പറന്ന്. സത്യത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും എത്ര മയ്യത്ത് കൊണ്ടുപോയി. ഒരൊറ്റ സഹാബിയുടെ മയ്യത്ത് കൊണ്ടുപോകുമ്പോ ഒരൊറ്റ ദിക്റ് ചൊല്ലിയ 2 or 3 റിപ്പോർട്ട് വേണ്ട, ഒരൊറ്റ റിപ്പോർട്ടെങ്കിലും. ഇത്രയും കാലം സംവാദങ്ങളും ഖണ്ഡനങ്ങളും മണ്ഡലങ്ങളും നടന്നിട്ട് ഒരു സ്ഥലത്ത് ഉദ്ധരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കഴിയില്ല. എന്താ കഴിയാത്തത്? പ്രമാണത്തിലില്ലാത്തത് കൊണ്ടാ. പ്രമാണത്തിന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ട, അത് നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടം, അത് ജനാധിപത്യ രാജ്യ. പക്ഷെ ദീനിൽ അതിന് പ്രമാണമുണ്ടോ? ഇല്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നിങ്ങൾ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകളെ നമ്മുടെ ഇഷ്ടപ്രകാരം പഠിക്കില്ല. ഇത് പാരമ്പര്യമില്ലാത്തവരാണ് സലഫികൾ എന്ന് പറയാം. ഇപ്പൊ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനമാണ് ആദ്യത്തെ പ്രസ്ഥാനം. അതൊക്കെ പോവട്ടെ, അതൊന്നും വിഷയമില്ല. ആദ്യത്തെ പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാന. അതിന് തെറ്റിപ്പോയതാണ് സമസ്ത ജമിയത്തുൽ ഉലമ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ആദ്യത്തെ രജിസ്ട്രേഷൻ നടത്തിയ സംഘടനയും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെതാ. അതിന് പണ്ഡിതന്മാര്, സമസ്തയിലെ പണ്ഡിതന്മാര് പറഞ്ഞു, ഞങ്ങൾ രജിസ്ട്രേഷൻ വൈകിട്ടുണ്ട്, അത് നബിയുടെ സമ്മതം കിട്ടാൻ കാത്തുന്നതാണെന്നാ. എന്തെങ്കിലും ആവട്ടെ, ഞാനത് ചർച്ചയിലേക്ക് കൊണ്ടുപോകാനല്ല. അള്ളാന്റെ റസൂലിന്റെ സമ്മതം കിട്ടാൻ കാത്തു നിന്നതാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളെ പിറകിലായി പോയത് എന്നാ പല സ്ഥലത്തും പ്രസംഗിക്കല്. സത്യം തന്നെയാണ്. നിങ്ങളാണ് ആദ്യം രജിസ്ട്രേഷൻ നടത്തിയത്, ഞങ്ങൾ നടത്തിയിട്ടില്ല, ഞങ്ങൾ പിന്നെയാണ് നടത്തിയത്. അങ്ങനെ വൈകാനുള്ള കാരണം എന്താ? ഞങ്ങളെ കൂട്ടത്തിൽ ചില ആളുകൾ പറഞ്ഞു നബിയുടെ സമ്മതം കിട്ടിയിട്ട് തുടങ്ങിയാൽ മതിയെന്നും, ചില ആളുകളോട് സമ്മതം കിട്ടാൻ കാത്തിരിക്കണ്ടെന്നും. അങ്ങനെ റസൂലുള്ളാഹിന്റെ സമ്മതം കിട്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് എന്നാ. എവിടുന്നാണ് സമ്മതം കിട്ടിയത്, ആരാ കൊണ്ടുവന്നത്, കഥയിൽ ചോദ്യമല്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് പാരമ്പര്യത്തിന്റെ സംസാരമല്ല ഈ നടത്തുന്ന സംസാരം, ഇത് പാരമ്പര്യമാണ്. എങ്ങനെ? 1400 വർഷങ്ങൾ പഴക്കമുള്ള പാരമ്പര്യമാണ്. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ, നീണ്ട സംസാരത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. തുടക്കത്തിൽ ഞാൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ആദ്യത്തെ നൂറ്റാണ്ടിലുണ്ടോ കുത്തറാത്തീബുണ്ടോ, റാത്തീബുണ്ടോ, ഹദ്ദാദ് ഉണ്ടോ? നിങ്ങൾ പഠിച്ചോ? ഇല്ല. ഈ കൂട്ടുപ്രാർത്ഥന ഉണ്ടോ? നിസ്കാരം കഴിഞ്ഞിട്ടില്ല. മയ്യത്തുണ്ടോ? ഉറക്ക ദിക്റലുണ്ടോ? ഇല്ല. ബാപ്പാന്റെ അമ്മാന്റെ കണ്ണ് ചാടുന്ന ദിവസം കണ്ണൂക്ക്, കണ്ണ് പോക്കാണ്. പുടിക്കള് കയറി ചില മയ്യത്തിൽ നിന്ന് കണ്ണ് ചാടും. ശരി, ആയിക്കോട്ടെ, നമുക്കറിയില്ല ചാടോ ചാടൂല. അങ്ങനെയാണ് കണ്ണൂക്ക് എന്ന് പേര് വന്നത്. ആ കണ്ണൂക്ക് മുത്തുനബിയുടെ കാലത്ത് ഒരാചാരമുണ്ടോ? 3 ദിവസം മരിച്ച വീട്ടുകാർക്ക് അങ്ങോട്ട് ഭക്ഷണം കൊടുക്കാനാ പറഞ്ഞത്. 3-ാമത്തെ ദിവസം അവിടെ പോയി തിന്ന് ഏമ്പക്കം വിട്ട് വരാനല്ല, അങ്ങോട്ട് കഞ്ഞി, അങ്ങോട്ട് ഭക്ഷണം കൊടുത്ത് സാരമില്ലെന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുകയാണ് വേണ്ടത്. ഇതാ ദീനിലുള്ള പ്രമാണം. അല്ലാതെ കണ്ണൂക്ക്, വാപ്പാന്റെ കണ്ണ് ചാടുക, ഉമ്മാന്റെ കണ്ണ് ചാടുക, എന്നിട്ട് അന്ന് നമ്മളൊരു ബിരിയാണി വെച്ച് കൊടുക്കുക എല്ലാവർക്കും. എന്തേ? നമ്മളെ വാപ്പാന്റെ കണ്ണ് കാണുന്ന ദിവസാ, നമുക്ക് സന്തോഷ, നമുക്ക് വല്ലാത്ത ആഹ്ലാദമുള്ള ദിവസ. അങ്ങനെ ഒരു ആചാരം ദീനിലില്ല. എത്ര എണ്ണം പറയാൻ പറ്റും പ്രിയപ്പെട്ടവരെ? എത്ര എണ്ണം പറയാൻ പറ്റും? ഈ തൽക്കീൻ ചൊല്ലിക്കൊടുക്കൽ ഖബറിന്റെ അടുത്ത്, ഏത് സഹാബിയുടെ ഖബറിന്റെ അടുത്താ മുത്തുനബി തൽക്കീൻ ചൊല്ലിക്കൊടുത്തത്? നിങ്ങൾ ചോദിച്ചു നോക്ക്. അതൊന്നും കാണിച്ചു തരാൻ കഴിയില്ല. ഞങ്ങൾ അങ്ങനെ ചെയ്യും, ചെയ്തോട്ടെ, അതൊന്നും ആർക്കും തടുക്കാൻ കഴിയില്ല. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയുടെ മരണം നടക്കുമ്പോൾ ഖബറിന്റെ അടുത്ത് നിന്ന് തൽക്കീൻ ചൊല്ലിയ ഹദീസ് എവിടെ? സഹാബത്ത് വേറൊരു സഹാബിയുടെ മരണം നടന്നപ്പോ ഖബറിന്റെ അടുത്ത് നിന്ന് തൽക്കീൻ ചൊല്ലിക്കൊടുത്ത ഹദീസ് എവിടെ? ഉണ്ടാവില്ല. ഉമ്മാന്റെ പേര് ഡേറ്റ് ഒക്കെ എഴുതി വെക്കണില്ലേ ഖബറിന്റെ മേലെ? സഹാബികൾ അങ്ങനെ എഴുതി വെച്ചിന്റെ രേഖ എവിടെ? എഴുതരുത് എന്ന് പറഞ്ഞ ഹദീസ് ഞാൻ വായിച്ചില്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഈ പാരമ്പര്യമൊക്കെ എങ്ങനെ ഒന്ന് പിടിച്ചു കുലുക്കിയാൽ ഈ ചെങ്ങല 1400 വർഷം പഴക്കമുള്ള നമ്മുടെ തറവാടാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ചെല്ലുകയില്ല, ഇടക്ക് വെച്ച് മുറിഞ്ഞു പോകും. എന്നാൽ തിരിച്ച് നിങ്ങൾ ചിന്തിച്ചോ, ഇതൊരു വെല്ലുവിളി പോലെ പറയുകയല്ല, തിരിച്ച് ചിന്തിച്ചോ. സലഫികൾ പറയുന്ന ആചാരം ചെറുതാകട്ടെ വലുതാകട്ടെ അതിനെല്ലാം പ്രമാണമുണ്ട്, വെറുതെ പറയുകയല്ല. മനുഷ്യരെന്ന നിലക്ക് വാക്കിൽ സ്ഖലിതങ്ങൾ വരാം, അക്ഷരങ്ങൾ മാറിപ്പോയേക്കാം, ആ വാചകങ്ങൾ ചിലപ്പോൾ മാറിപ്പോയേക്കാം. പക്ഷേ പ്രമാണമുള്ള കാര്യങ്ങളാണ് ഈ സദസ്സിന്റെ മുമ്പിൽ കൃത്യമായി പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും മരിക്കണമെന്ന ഒരു ഓർമ്മ, ഇന്നല്ലെങ്കിൽ നാളെ നമ്മെ മരണം പിടികൂടുമെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവണം. ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പാ. നമുക്ക് ആർക്കും എവിടെ വെച്ചാണ് മരണമെന്നറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്.
എപ്പോഴാ മരിക്കുക അറിയില്ല, എവിടെ വെച്ചിട്ടാ മരിക്കുക അറിയില്ല. ഇന്നിപ്പോ ഞാനൊരു മയ്യത്ത് നമസ്കാരത്തിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ആ ഖബറടക്കത്തിലൊക്കെ പങ്കെടുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അപ്പോ അത് എടക്കരയ്ക്കപ്പുറമുള്ള വഴിക്കടവിനിപ്പുറമുള്ള മൂച്ചിക്കാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു പ്രവർത്തകന്റെ ഭാര്യയാണ് മരിച്ചത്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. എനിക്ക് ഈ നാട്ടിലൊക്കെ ഒന്ന് മരണം ഉണ്ടായിട്ടുണ്ടാവും, അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. അപ്പോ അദ്ദേഹത്തിന്റെ മക്കള് എല്ലാവരും 4 പേരും അവിടെ ഉണ്ടായിരുന്നു ഖബറിന്റെ അടുത്ത്. അപ്പൊ അവിടുത്തെ സാധാരണ ഖബർ കുത്തുന്ന ആള് ഖബറ് മൂടിക്കഴിഞ്ഞ് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് എല്ലാവരും തസ്ബീത്തൊക്കെ ചെല്ലി അവിടെ സാധാരണ ഒരു ബക്കറ്റ് വെള്ളം, മഴയാണ് ഇപ്പൊ നമ്മളെ നാട്ടില്, അതുകൊണ്ട് മണ്ണൊക്കെ നനഞ്ഞു കിടക്കുക. അപ്പൊ ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടുവന്ന് വെക്കും, 2 ചെടി അല്ലെങ്കിൽ 2 കൊമ്പ് അവിടെ കുഴിച്ചിടും ഖബറിന്റെ 2 ഭാഗത്തും. മക്കള് അത് എടുക്കാൻ നോക്കുമ്പോ പറഞ്ഞു വേണ്ട, വെള്ളം ഒഴിക്കണ്ട, ചെടിയൊന്നും കുഴിക്കണ്ട പറഞ്ഞു. അപ്പൊ അവര് വെച്ച് എന്താന്ന്, ഞാൻ ഖബറിന്റെ അടുത്തുനിന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാനല്ലാതെ പറഞ്ഞത് മക്കളാ പറഞ്ഞത് വേണ്ടാന്ന്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണത്തിലും ഹദീസിലും ചെടി കുത്തണമെന്നൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ അതിനാരും വിഷമിക്കണ്ട, അത് മക്കളല്ലേ പറയണത് വേണ്ടാന്ന്. അവരാൺമക്കളാണ്, ഈ മരിച്ച ഉമ്മാന്റെ 4 ആൺമക്കളെ ഖബറിന്റെ അടുത്തുണ്ട്, അവരാ പറയണത് അതൊന്നും വേണ്ടാന്ന്. നിങ്ങൾ വിഷമിക്കണ്ട അല്ലേ. അപ്പൊ ഈ ഖബറിന്റെ നല്ല നനഞ്ഞ മണ്ണിന്റെ മേലെ പിന്നെ വെള്ളം അങ്ങനെ ഒഴിക്കണം, എന്താണത്? അങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ സത്യത്തിൽ? നിങ്ങൾ ചോദിച്ചു നോക്ക് ഉസ്താദന്മാരോട്, ആ ഹദീസ് എവിടെ? ഖബറിന്റെ മേലെ 3 വട്ടം അങ്ങനെ വെള്ളം ഒഴിക്കുക, എന്നിട്ട് ചെടി കുത്തുക. ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നത്. അതുപോലും ഒരു സൂക്ഷ്മത എന്ന നിലക്ക് മക്കത്തും മദീനത്തൊക്കെ ഇഷ്ടം പോലെ ഖബറില്ലേ, അവിടെയൊക്കെ ഇങ്ങനെ ചെടി കുത്തി വെക്കലുണ്ടോ? ഉണ്ടോ? അപ്പൊ അതുപോലും സൂക്ഷ്മത എന്ന നിലക്ക് പ്രമാണത്തിലില്ലെങ്കിൽ വേണ്ട എന്ന നിലക്കാണ് പണ്ഡിതന്മാർ അതിനെ നോക്കിക്കാണുന്നത്. അതിലൊന്നും വലിയ തർക്ക വിതർക്കങ്ങൾക്ക് വേണ്ടി പറയല്ല, ചെറിയ കാര്യമായിട്ട് തോന്നും. അതുപോലും പ്രമാണത്തിലില്ലെങ്കിൽ വേണ്ട എന്ന സൂക്ഷ്മതയാണ് സലഫികൾ നടത്താറുള്ളത് അല്ലേ. അതൊരു സഹോദരങ്ങളെ, ഞാൻ എൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഉമ്മ മരിച്ചപ്പോൾ അവിടെ ഖബറിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഉസ്താദ് വന്നിട്ട്, പള്ളിയിലെ ഉസ്താദ് വന്ന് പോക്കറ്റിൽ നിന്ന് ഒരു പേപ്പർ എടുത്ത്, ആ പേപ്പറിൽ ഖബറിൽ നടക്കുന്ന ചോദ്യം മൻ റബ്ബുക മദീനുക എന്നുള്ള ചോദ്യമല്ലേ, ആ ചോദ്യം അതിന്റെ ഉത്തരവും പേപ്പറിൽ എഴുതിയിട്ട് ഈ മയ്യത്തിന്റെ തുണിയിൽ ഇങ്ങനെ കോർത്ത് വെച്ച് എന്നിട്ട് ഖബറിക്കിറക്കി. ഇതെന്റെ കുടുംബത്തിൽ, ഭാര്യ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് എൻ്റെ കണ്ണുകൊണ്ട് നേർക്ക് നേരെ കണ്ട, നിഷേധിക്കുകയാണെങ്കിൽ ആ സ്ഥലവും അതിന്റെ കാലിന്റെ പേരൊക്കെ പറയാം, പേപ്പറിൽ എഴുതിയിട്ട് ചോദ്യവും ആൻസറും, മലക്കുകൾ ഖബറിൽ ഒന്ന് ചോദിക്കണ ചോദ്യം അതിന്റെ ഉത്തരം പേപ്പറിൽ എഴുതി ഖബറിക്ക് വെച്ചു കൊടുക്കുക. അപ്പൊ എന്താ പറഞ്ഞ അവിടുത്തെ ആളുകളെ? ഞാൻ ചോദിച്ചു അവിടുത്തെ ആളുകളോട്, ഇതൊക്കെ എന്താണ്? ഇതൊന്നും ഇവിടെ മുമ്പ് ഉണ്ടായിരുന്നില്ല, ഈ ഉസ്താദ് വന്നതിന് ശേഷം ഉണ്ടായതാണ്. അപ്പൊ ഓരോ കാലിമാര് മാറുമ്പോ ഇസ്ലാമിന്റെ ആചാരം എങ്ങനെ മാറൂ? നിസ്കാരം 5 നേരാണ് അല്ലേ? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഫർളായ നമസ്കാരം 5 വക്താണ്. അയ്യ അമേരിക്ക പോയാൽ 5 തന്നെ. റവാത്തിബ് സുന്നത്ത് അമേരിക്ക പോയാൽ അങ്ങനെ തന്നെ, കാനഡയിൽ പോയാൽ അങ്ങനെ, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോയാൽ അങ്ങനെ, ഏഷ്യൻ രാജ്യങ്ങളിൽ പോയാൽ അങ്ങനെ. ഇസ്ലാമിന്റെ ആചാരം എന്തുണ്ടോ ലോകത്തെവിടെ പോയാലും ഒന്നാണ്. ഒരു മഹലിലെ ഉസ്താദ് മാറുമ്പോ ആചാരം മാറുന്നു. അങ്ങനെ ഇല്ല ദീനിൽ, അങ്ങനെ ഇല്ല സുഹൃത്തുക്കളെ. ദീനിലുള്ള ആചാരം ലോകത്തെവിടെ പോയാലും ഒന്നാണ്. അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മളെ കേരളക്കാർക്ക് ഒരു ഇസ്ലാം അങ്ങനെയില്ല, ഇന്ന മഹല്ലുകാർക്ക് ഒരു ഇസ്ലാം അതില്ല. നമ്മൾ എവിടെ ചെന്നാലും നമുക്കൊരേ ദീനാണ്. ആ ദീനനുസരിച്ചാണ് നമ്മൾ പോവേണ്ടത്. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നാണ്. ആ നിലക്ക് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. ഇതൊരു വാശിയല്ല, പഠിക്കാൻ തയ്യാറാവുക. ഈ സദസ്സിലിരിക്കുന്ന ഈ കൊച്ചു ടീമൊക്കെ അങ്ങനെ പഠിച്ചു വന്നവരാണ്. കുരാച്ചുണ്ടിൽ എന്റെ ശബ്ദം കേട്ടവരെ, നിങ്ങൾ പഠിക്കാൻ തയ്യാറാവണം, അന്വേഷണം നടത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദാ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. എപ്പോഴാ മരിക്കുക നമുക്കറിയില്ല, എവിടെ വെച്ചാ മരിക്കുക നമുക്കറിയില്ല. വാശി വേണ്ട, നമുക്കാരോടും വൈരാഗ്യം വേണ്ട. ജാതിയും മതവും വർഗവും വർണ്ണവും നോക്കാതെ മനുഷ്യനെ നമ്മൾ സ്നേഹിക്കുന്നു. എന്നാൽ ദീന് ഒരാളുടെ മുമ്പിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല. ബഹുദൈവ വിശ്വാസത്തിന്റെ ഭക്ഷണം നമ്മൾ കഴിക്കണില്ല. ഹൈന്ദവ സഹോദരങ്ങൾ മലക്ക് പോകാൻ തീരുമാനിച്ചാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കില്ല. അതവരുടെ വിശ്വാസത്തിന്റെ ഭാഗ. അതിന് വർഗീയത എന്ന് പറയാൻ പറ്റൂല. അതുപോലെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അവര് പറയും ഞാൻ മലക്ക് പോകാൻ തീരുമാനിച്ചതാ, മാലട്ടതാ, തുണി ഉടുത്തതാ,
അതുകൊണ്ട് ഇനി നിങ്ങളെ വിട്ടുന്ന് കഴിക്കാൻ പറ്റൂല. നമ്മളോട് ദേഷ്യം ഉണ്ടായിട്ട് പറയില്ല, അത് അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുപോലെ അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറുത്തത് നമ്മൾ കഴിക്കൂല. എന്താ കാരണം? അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ എത്ര സൗഹൃദം ഉണ്ടാകും, അങ്ങനെ മനസ്സിലാക്കിയാൽ എത്ര സൗഹാർദ്ദം ഉണ്ടാകും. അപ്പൊ ഓരോരുത്തർക്കും ഓരോ മതവിശ്വാസങ്ങളുണ്ട്. ആ വിശ്വാസം ഒരാളുടെ മുമ്പിലും അടിയറ വെക്കാതെ മനുഷ്യരെ സ്നേഹിക്കാൻ തയ്യാറാവുക. ഇവിടെ വെള്ളപ്പൊക്കമുണ്ടായപ്പോ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോ എല്ലാം മറന്ന് മനുഷ്യർ ഒന്നായി നിന്നിട്ടില്ലേ? ഇനിയും നിൽക്കണം. ഇവിടുത്തെ EKAP സമസ്ത, അതുപോലെ തന്നെ തബ്ലീഗ്, മുജാഹിദുകൾ എല്ലാവരും രാജ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നമ്മൾ ഒറ്റക്കെട്ടായി ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നിട്ടില്ലേ? ഇനിയും ഇരിക്കണം. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പത്രത്തിൽ വായിച്ചു, പൊതുവിഷയങ്ങൾ നമ്മൾ ഒന്നിച്ചിരിക്കണം, അതാ വേണ്ടത്, അതിൽ തർക്കമില്ല. പക്ഷെ അതേ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു, അള്ളാഹു കാണും പോലെ ഈ ഔലിയാക്കന്മാരെല്ലാവരും പലതും എല്ലാം കാണും, പക്ഷെ അള്ള കാണുന്നത് പോലെയല്ല, അതിന് വേറെ മാർഗമുണ്ട്. അത് തെറ്റാണ്. അവിടെ നമ്മൾ യോജിക്കൂല, അവിടെ നമ്മൾ യോജിക്കൂല. അള്ള കേൾക്കും പോലെ കേൾക്കും ഔലിയാക്കന്മാർ, പക്ഷെ അള്ള കേൾക്കുന്ന മാർഗം വേറെ. അള്ള കേൾക്കുന്ന എല്ലാം കേൾക്കടോ എന്നാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അങ്ങനെ കേൾക്കൂല, അതിന് ഞങ്ങൾ യോജിക്കില്ല. മറിച്ച് പൊതുവിഷയങ്ങളുണ്ടോ, നമ്മൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരിക്കുന്നു, നമ്മൾ ഒരുമിച്ച് ചർച്ച ചെയ്യുന്നു. രാജ്യത്തിന്റെ രാഷ്ട്രപതിക്ക് കൊടുക്കേണ്ട ലെറ്ററിൽ എല്ലാ സംഘടനകളും നേതാക്കന്മാർ ഒപ്പുവെക്കുന്നു. രാജ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ, പ്രതിസന്ധികളിൽ നമ്മൾ ഒന്നിച്ചു ചേരുന്നു, തർക്കമില്ല. പക്ഷെ ദീനിന്റെ കാര്യത്തിൽ അള്ളാഹുവിന്റെ ഖുർആനും തിരുസുന്നത്തും എന്ത് പറയുന്നു അവിടെ നിലകൊള്ളണം. അവിടെ അഡ്ജസ്റ്റ്മെന്റുകളില്ല. അതാരോടുമുള്ള വൈരാഗ്യമല്ല. എന്റെയും നിങ്ങളുടെയും പരലോക വിജയത്തിന് വേണ്ടിയുള്ളതാണ്. ഒരാളും നമ്മെ രക്ഷിക്കാൻ, പ്രിയപ്പെട്ടവരെ, മരണസമയം മുതൽ ആരുമില്ല. ഉണ്ടാകുമോ? നമ്മുടെ മരണം ഉറപ്പാകുന്ന സമയം, എന്റെ വേർപാട് ഉറപ്പാകുന്ന സമയം ആരുണ്ട് മന്ത്രിക്കാൻ എന്ന് ഖുർആൻ ചോദിച്ചില്ലേ? നമുക്ക് വേണ്ടി ഒരു ശബ്ദം ഉരുവിടാൻ ആരും ഉണ്ടാവില്ല. നാളെ നമ്മുടെ കയ്യിൽ ഗ്രന്ഥം കിട്ടുമ്പോ ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ, ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പറയുന്ന ആ സമയത്ത്, പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി ഒരക്ഷരം ഉരിയാടാൻ ആരും ഉണ്ടാവില്ല. ആ നിലക്കുള്ള ബോധമാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി ഇവിടെ സംസാരിക്കേണ്ടി വരുന്നൊരു ഘട്ടമുണ്ടെങ്കിൽ അപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് സംസാരിക്കാമെന്ന് നിങ്ങൾക്ക് വാക്ക് തന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നിരന്തരമായ പ്രോഗ്രാമുകളാണ്, എല്ലാ ദിവസവും നമുക്ക് പരിപാടികളാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ശാരീരികമായ അസ്വസ്ഥതകൾ, ശാരീരികമായ പ്രയാസങ്ങൾ എല്ലാ നിലക്കും നമ്മുടെ ഇരിക്കുന്ന പ്രവർത്തകന്മാരിലും നമ്മുടെ പണ്ഡിതന്മാരിലും പ്രഭാഷകന്മാരിലും ഒക്കെ ഉള്ളത് അള്ളാഹു നീക്കിക്കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അള്ളാഹുവേ, മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന, ദിക്ർ അള്ളാഹുവേ നിന്നെ ഓർത്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്ന, അള്ളാഹുവെ സുന്നത്ത് നമസ്കാരങ്ങളിൽ ജാഗ്രത പാലിക്കുന്ന, അള്ളാഹുവെ പരിശുദ്ധ ഖുർആനുമായി നിരന്തരം ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ്. കുരാച്ചുണ്ടിലെ മുസ്ലിങ്ങളെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയട്ടെ. ഇന്ന് മുസ്ലിങ്ങൾ ധൂർത്തന്മാരായി മാറുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം നിങ്ങൾ ആലോചിക്കണം. കുറേ കാര്യങ്ങൾ പറയാണ്ട്, ഒന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയുടെ ഇതിൻ്റെ ഇടയിൽ, അതായത് വിവാഹവുമായി ബന്ധപ്പെട്ടത്, കല്യാണങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറുന്നു. എല്ലാ സംഘടനയിൽപ്പെട്ടവരും അതൊരു പൊങ്ങച്ചത്തിൻ്റെയും ഗർവിൻ്റെയും ധൂർത്തിൻ്റെയും വേദിയാക്കി മാറ്റുന്നുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങ്, സ്ത്രീകള്, എളാപ്പയുടെ മക്കള്, മുത്താപ്പയുടെ മക്കള്, എല്ലാവരും ആ ഉപ്പാന്റെ അനുജന്റെ മക്കള്, ജേട്ടന്റെ മക്കളൊക്കെ കാണാൻ പോവുക. ഓരോരുത്തരുടെ കയ്യിൽ വിലപിടിപ്പുള്ള മിഠായിയുടെ ഡെക്കറേറ്റ് ചെയ്ത രൂപങ്ങളാണ്. കുത്തബ് മിനാറിന്റെ ആകൃതിയിൽ, താജ്മഹലിന്റെ ആകൃതിയിൽ, ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ ഒക്കെയാണ് മിഠായി കൊണ്ടുവന്നത്. ഒരു കൊറോണ നമ്മിൽ നിന്ന് വിട്ടുപോയി. നമ്മളെല്ലാവരും മുഖവും മൂക്കുമൊക്കെ മൂടിക്കെട്ടിയ, വായും മൂക്കുമൊക്കെ മൂടിക്കെട്ടിയ ഒരു രംഗം നമുക്ക് ഓർമ്മയില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മയ്യത്ത് നിസ്കാരം പോലും മര്യാദക്ക് കുറെ ആളുകൾ കൂടി നിസ്കരിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നുപോയില്ലേ? ഒരു കല്യാണത്തിന് വേണ്ടപ്പെട്ട കുടുംബക്കാരെ പോലും വിളിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായില്ലേ? എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ കഴിഞ്ഞു പോയപ്പോഴേക്ക് ധൂർത്തും പൊങ്ങച്ചവും കടന്നു വരിക. പുതുപെണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെന്നും ബഹളുണ്ടാക്കുക. അവർ പോലീസിനെ വിളിക്കേണ്ടി വരിക. കാളവണ്ടിയിൽ പുതുപെണ്ണിനെ ഇരുത്തി അങ്ങാടി കൂടി കൊണ്ടുപോവുക. JCBയുടെ ബക്കറ്റിൽ ഇരുത്തുക.
ക്രെയിൻ ഉപയോഗിച്ച് ആ 20 മീറ്ററും 15 മീറ്ററും ഒക്കെ മിഠായി ഡെക്കറേറ്റ് ചെയ്തിട്ട് വലിയ സ്തൂപം പോലെ ഇറക്കി കൊടുക്കുക. ഇതൊക്കെ ഒരു പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും, നിനക്ക് റബ്ബ് തന്ന പണത്തിന്റെ ഊക്ക് കാട്ടാനുള്ള, ശക്തി കാട്ടാനുള്ള, പൊങ്ങച്ചം കാട്ടാനുള്ള, അഹന്ത കാട്ടാനുള്ള വേദിയാക്കി മാറ്റുക. ഇവിടേക്ക് എല്ലാ മുസ്ലിങ്ങളും, സമസ്തയുടെ എല്ലാ സംഘടനയും, മുജാഹിദുകളിൽപ്പെട്ടവരുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കേണ്ടതാണ്. വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊറോണയേക്കാൾ അപകടം പിടിച്ച പരീക്ഷണം കടന്നു വരും. അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് പൊങ്ങച്ചത്തിന് അറുതി വരുത്തുക, ഗർവിന് അറുതി വരുത്തുക, അഹങ്കാരത്തിന് അറുതി വരുത്തുക. ഒരാണു മണി തൂക്കം അഹങ്കാരം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് 2 കാര്യം, നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കാം. ഒന്ന് നമ്മുടെ നാവാണ്, ഒന്ന് തൊടയലുകൾക്കിടയിലുള്ള നമ്മുടെ ലൈംഗിക അവയവമാണ്. സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുടെ, ജ്യേഷ്ഠാനിയന്മാരുടെ ഖബറുകളെ അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ കടത്തിലകപ്പെട്ടവരുണ്ട്. അള്ളാഹുവെ, ഹലാലായ മാർഗത്തിൽ വീട്ടാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യണേ അള്ളാഹുവെ, ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുന്നവരുണ്ട്. പെട്ടെന്ന് ശിഫ നൽകി വീട്ടിലേക്ക്, നാട്ടിലേക്ക്, ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് നീ സൗഭാഗ്യം നൽകണേ അള്ളാഹുവെ, ഫലസ്തീനിന്റെ മണ്ണിൽ വേദനിക്കുന്ന ധാരാളം കുട്ടികൾ ഇന്നുമുണ്ട്. എല്ലാം നിർത്തി സമാധാന കരാറിൽ ഒപ്പിട്ടു എന്ന് പറയുന്നു. തിരിച്ചുപോയവർ, അതെ, അവിടം വിട്ടുപോയവർ തിരിച്ചു വരുന്നു. വീണ്ടും കുട്ടികൾ ആക്രമിക്കുന്നു. അള്ളാഹുവെ, ഇന്നലകളിലും ഈ വാർത്തയാണ് ഞങ്ങൾ കേൾക്കുന്നത്. ഇന്ന് പുലർച്ചെയും കേട്ടതാണ്. അള്ളാഹുവെ, നീ പരിശുദ്ധമാണെന്ന് പറഞ്ഞ 3 പള്ളികളിൽ ഒരു പള്ളി നിലകൊള്ളുന്ന ആ പ്രദേശത്തെ നീ കാത്തുരക്ഷിക്കണേ അവിടുത്തെ ആളുകൾക്ക് നീ സമാധാനം കൊടുക്കണേ ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ, ഇസ്ലാമിന്റെ പേരിൽ, മുസ്ലിമായതിന്റെ പേരിൽ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് എത്രയോ മനുഷ്യർ അക്രമത്തിനിരയാകുന്നു. അള്ളാഹു, അവർക്ക് നീ അഭയം നൽകണേ ഈ ജനാധിപത്യ രാജ്യം, അതിനെ തകിടം മറിക്കാൻ ശ്രമിക്കുന്ന, നീരാളി കൈകൾ ഉപയോഗിക്കുന്ന, ഇരുട്ടിന്റെ മറവിൽ പണിയെടുക്കുന്ന, ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന രാക്ഷസന്മാരെ നീ പുറത്തു കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുമ്പിൽ പടച്ചവനെ ബോധ്യപ്പെടുത്തി ഈ രാജ്യത്തെ നീ സംരക്ഷിക്കണേ അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ربنا تقبل منا إنك أنت السميع العليم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم خلص قلوبنا من الرياء اللهم خلص قلوبنا من النفاق اللهم خلص قلوبنا من الشرك والكفر آمين آمين برحمتك يا أرحم الراحمين.